എന്നാൽ നമ്മുടെ ഭവനങ്ങളിൽ ഇരിക്കുന്ന ദൈവവചനമാകുന്ന ഈ ഗ്രന്ഥത്തിന്, ഈ ജീവന്റെ പുസ്തകത്തിന് ഒരു പ്രാധാന്യവും അധികം പലരും കൊടുത്തിട്ടില്ല എന്നതാണ് പലരും അനുഗ്രഹിക്കപ്പെടാത്തതിന്റെ കാരണം. ദൈവവചനം വിശ്വാസത്തിൽ എടുക്കുന്നവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളത് തർക്കമില്ലാത്ത വിഷയമാണ്. അപ്പൊ അവരിങ്ങനെ കുരിഞ്ഞ് ഇരിക്കുന്ന ഞങ്ങളോട് പറയുക, അത് ഞങ്ങളുടെ പ്രാർത്ഥനാമുറിയാണ്. അതാണ് ഈ ഹോട്ടലിന്റെ വിജയ രഹസ്യം. 1970-ഓ 80-ഓ എത്രയോ വർഷം പഴക്കമുള്ള ഹോട്ടലാണ്. അപ്പുറത്തെ റൂമിൽ ഹോട്ടലിൽ ഒരു സൈഡിൽ അതും ഒരു 10 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന അത്ര റൂം പ്രയർ റൂമാണ്. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, സങ്കീർത്തനം 107:20 വാക്യം. എന്താ വചനം ശ്രദ്ധിക്കുകയാണ്. സങ്കീർത്തനം 107 അധ്യായം 20 വാക്യം. എന്തായിരിക്കും ആ വചനം? അവിടുന്ന് തന്റെ വചനമയച്ച് രോഗികളെ അവരെ സൗഖ്യമാക്കി. ആ വാക്കുകളെല്ലാം ഒന്ന് 3 ഭാഗമായി ഒന്ന് മുറിച്ചു കേട്ടെ. അവിടുന്ന് തന്റെ വചനമയച്ച്. എന്തയച്ചിട്ട്? വചനമയച്ച്. ദൈവം പറയുകയാണ്, ദൈവം തന്റെ വചനം അയച്ച്. എന്താ അയക്കുക എന്ന് പറഞ്ഞാൽ, എനിക്ക് തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് ഒരു ലെറ്റർ അയക്കണമെങ്കിൽ ഞാൻ എഴുതി പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയിടും. അത് പോസ്റ്റ്മാൻ അതെടുത്ത് ആ സ്ഥലത്ത്, അഡ്രസ്സിലുള്ള സ്ഥലത്ത് ഞാനൊരു എഴുത്ത് അയച്ചിട്ടുണ്ട്. ഞാനൊരു ഫോണിൽ ഒരു ഇന്ന വ്യക്തിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇതുപോലെ ദൈവം നമ്മളിലേക്ക് അയക്കുന്ന ഒന്നാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അയച്ച് എന്ത് സംഭവിക്കും? അവിടെ അയച്ചു കഴിയുമ്പോൾ റിസൾട്ട് ഉണ്ട്. അതിന് അവരെ സൗഖ്യമാക്കി. അപ്പൊ ദൈവവചനത്തിന് ഏത് ശക്തിയുണ്ട് എന്ന് പറഞ്ഞ? ഏത് ശക്തിയുണ്ട്? സൗഖ്യമാക്കാനുള്ള ശക്തിയുണ്ട്. ഒരു കാര്യം ചിന്തിച്ച്, ദൈവവചനത്തിന് ഒരാളെ സൗഖ്യമാക്കാൻ ശക്തി ഇല്ലായിരുന്നെങ്കിൽ ഈ വചനം ഈ പുസ്തകത്തിൽ എഴുതില്ലായിരുന്നു. ആണോ അല്ലയോ? ദൈവവചനത്തിന് ആരെ സൗഖ്യമാക്കാൻ ഒരു ശക്തി ഇല്ലായിരുന്നെങ്കിൽ സങ്കീർത്തനം 107:20 ഉണ്ടാകില്ലായിരുന്നു. എന്തിനാണ് പരിശുദ്ധാത്മാവ് സങ്കീർത്തനം 107:20 അയച്ചത്, എഴുതി വെച്ചത്, അത് നിങ്ങളിലേക്ക് അയക്കുന്നത്? നിങ്ങളെ സൗഖ്യമാക്കാൻ, നിങ്ങളുടെ ദേശത്തെ സൗഖ്യമാക്കാൻ, നിങ്ങളുടെ കുടുംബത്തെ സൗഖ്യമാക്കാൻ എനിക്ക് കഴിവില്ല. പക്ഷേ ദൈവത്തിന്റെ വചനത്തിന് അതിന് സാധിക്കും. ആമേൻ. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സൗഖ്യം എന്ന് കേൾക്കുമ്പോൾ ഓർക്കരുത്, എനിക്ക് രോഗമൊന്നുമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. രോഗത്തിന്മേൽ മാത്രമല്ല സൗഖ്യം. ഒരുപക്ഷെ നിങ്ങൾ പരസ്പരം മിണ്ടിയിട്ട് കുറെ നാളായിട്ടുണ്ടാകും. ഒരുപക്ഷെ നിങ്ങളുടെ ഭവനങ്ങളിൽ ഒരു സ്നേഹം ഉണ്ടാകില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായിരിക്കും. അവിടെയും വേണം ഒരു സൗഖ്യം. രോഗത്തിൽ മാത്രമല്ല, മനസ്സിനും ശരീരത്തിനും എന്ത് വേണം? സൗഖ്യം വേണം. അപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഈ വചനത്തിന് എന്ത് കഴിവുണ്ട്? സൗഖ്യമാക്കാനുള്ള കഴിവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ കുടുംബത്തിൽ മനസ്സിൽ, അതായത് ചില ആളുകൾക്ക് ചിലരോടൊക്കെ മനസ്സിൽ ഏതാണ്ടൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചിലരെ കാണുമ്പോൾ അധികം മിണ്ടാൻ നിൽക്കാത്ത, ആ വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ അടുക്കാൻ പോകാത്തത്. അപ്പുറത്തെ വീട്ടുകാരോട് നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ കിടപ്പുണ്ട്. അവിടെ സൗഖ്യം കൊണ്ടുവരാൻ ദൈവത്തിന്റെ വചനത്തിന് സാധിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തൊരു വാക്യം എഴുതിയിരിക്കുന്നു, വെളിപാട് ഗ്രന്ഥം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നാളെ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഒരു ബൈബിൾ, നിങ്ങളുടെ പ്രാർത്ഥനാ പുസ്തകം, ബൈബിളും ഒരു പേനയും ഒരു കടലാസും ഒക്കെ കൊണ്ടുവരണം. എന്തിനാണെന്നറിയാമോ? എല്ലാം എഴുതിയെടുക്കാനല്ല, നിങ്ങളെ സ്പർശിക്കുന്ന കാര്യങ്ങൾ ദൈവവചനമാകാം, ഒരു വാശയമായിരിക്കാം. അത് ചിലപ്പോൾ നമ്മൾ റോട്ടിലിറങ്ങി വണ്ടിയെ കയറി വീട്ടിൽ ചെല്ലുമ്പോൾ മറന്നു പോകും. ആ സ്പർശിച്ച കാര്യങ്ങൾ ഡയറിയിലോ
ഒക്കെ എഴുതി വെക്കണം. അത് എന്നേലും കാലത്ത് അത് പ്രയോജനപ്പെടും. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വെളിപാട് ഗ്രന്ഥം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും. അവിടെ ഒരു വാക്യം ശ്രദ്ധിച്ചോ? ഈ പ്രവചന പുസ്തകത്തിലേന്നുണ്ടോ? അവിടെ ഈ ഉണ്ടോ? ഉണ്ടോ ബ്രദർ? ഈ ഉണ്ടോ? ഉണ്ട്. ഈ എന്ന് പറഞ്ഞ എന്താ? ഇതാണ് ഈ പുസ്തകത്തിലെ, ഈ പ്രവചന പുസ്തകത്തിലെ വാക്കുകൾ. അടുത്തെന്താണ്? വായിക്കുന്നവരും. ആ ഇങ്ങനെ കണ്ണുകൊണ്ട് നോക്കി വായിക്കുന്നവരും കേൾക്കുന്നവരും ചെവി കൊണ്ട് കേൾക്കുന്നവരും. ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത്, ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുസരിക്കുന്നവരും അനുഗ്രഹീതർ. എന്താ എഴുതിയിരിക്കുന്നത്? അനുഗ്രഹീതർ. അപ്പോൾ ഒരാൾ അനുഗ്രഹിക്കപ്പെടാനുള്ള മാർഗം ഏതാണ്? നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എനിക്ക് സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം എനിക്ക് വേണം, എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടണം, അനുഗ്രഹിക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ആരും അനുഗ്രഹിക്കപ്പെടുകയില്ല. അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അതിലേക്കുള്ള വഴി ദൈവവചനം കാണിച്ചു തന്നിരിക്കുന്നു. നിങ്ങൾക്ക് കൊല്ലം എന്ന സ്ഥലത്തേക്ക് പോകണം, നിങ്ങൾക്ക് ട്രിവാൻഡ്രത്തിലേക്ക് പോകണം, അതിലൊരു റോഡുണ്ട്, അതിലെ ബസ് ഓടുന്ന റോഡുണ്ട്, അതിലെയാണ് പോകേണ്ടത് ഇന്ന സ്ഥലത്തേക്ക്. എതിരേലും പോയാൽ എത്തത്തില്ല. നിങ്ങൾക്ക് അനുഗ്രഹത്തിലേക്ക് എത്തണമോ? ദൈവം കാണിച്ചു തന്ന റോഡാണിത്. ഏത്? ഈ പുസ്തകത്തിലെ ഈ ദൈവവചനം വായിക്കുകയും കേൾക്കുകയും ഇതിലെഴുതപ്പെട്ടിരിക്കുന്നത് അനുസരിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തി, ആ കുടുംബം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് പലരും അനുഗ്രഹിക്കപ്പെടാത്തത്? നമ്മൾ ഏറ്റവും കുറഞ്ഞ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ഈ പുസ്തകത്തിനാണ്. നമുക്ക് ആഘോഷങ്ങൾ വലുതാണ്, നമുക്ക് പാരമ്പര്യം വലുതാണ്, നമുക്ക് അത് വലുതാണ്, ഇത് വലുതാണ്, ആ പ്രോഗ്രാം വലുതാണ്. എന്നാൽ നമ്മുടെ ഭവനങ്ങളിൽ ഇരിക്കുന്ന ദൈവവചനമാകുന്ന ഈ ഗ്രന്ഥത്തിന്, ഈ ജീവന്റെ പുസ്തകത്തിന് ഒരു പ്രാധാന്യവും അധികം പലരും കൊടുത്തിട്ടില്ല എന്നതാണ് പലരും അനുഗ്രഹിക്കപ്പെടാത്തതിന്റെ കാരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ദൈവവചനവുമായി എത്രമേൽ ബന്ധമുണ്ട്? എല്ലാ ദിവസവും അത് വായിക്കാറുണ്ടോ? സമയം കിട്ടാറില്ല എന്നായിരിക്കും നിങ്ങൾ പറയും. എത്ര വചനങ്ങൾ നിങ്ങൾ പഠിച്ചു മനസ്സിലുണ്ട്? പറയപ്പെട്ട വലിയ വലിയ ആളുകൾക്ക് പോലും ഈ ലോകത്തിലെ മറ്റു പല കാര്യങ്ങളും അറിയാമെങ്കിലും ഈ പുസ്തകത്തിലെ കാര്യങ്ങൾ വലിയ പിടിപാടില്ല. പലർക്കും അറിയത്തില്ല. ആത്മീയ ശുശ്രൂഷയിൽ നിൽക്കുന്നവർക്ക് പോലും അറിയത്തില്ല. വലിയ പ്രാർത്ഥനക്കാരാണെന്ന് പറയുന്നവർക്ക് പോലും ഈ പുസ്തകത്തെക്കുറിച്ച് വലിയ പിടിപാടില്ല. മുൻപന്തിയിൽ നിൽക്കുന്നവർക്കൊന്നും ഇതിനെക്കുറിച്ച്, ഇത് വലിയൊരു പുസ്തകമായി അലങ്കരിക്കപ്പെട്ട ഒരു കവറിനകത്താക്കി വച്ച് പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് വച്ചിട്ടുണ്ട് എന്നതിൽ കവിഞ്ഞ് ഈ പുസ്തകത്തെ അനേക ആളുകൾ വിശ്വാസത്തോടെ സ്വീകരിച്ചിട്ടില്ല. ഇവിടെ വയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വാഹനമോടിച്ച് ഇവിടെ വന്ന് ഈ ദൈവവചനം പ്രസംഗിക്കുന്നത് 4 ദിവസം കഴിയുമ്പോൾ ഇവിടുത്തെ അച്ഛൻ കാശു തരും എന്ന് വിചാരിച്ചിട്ടല്ല. ഇവിടുത്തെ അച്ഛൻ എനിക്ക് ഇത്രയും കാശ് തരും എന്ന ഒരു എഗ്രിമെന്റ് ഇതിനു മുമ്പ് ഫോണിൽ വച്ചിട്ടില്ല. ഇത്ര കാശ് തരാൻ ഇവിടെ വന്ന് പ്രസംഗിക്കാവോ എന്നല്ല ചോദിച്ചത്, ഒരു ധ്യാനം ചെയ്യാമോ എന്നാണ്. തീർച്ചയായും എനിക്ക് പൈസ തരുമായിരിക്കാം, അതല്ല മുഖ്യമായി കണ്ടത്. ഞാനിവിടെ വന്ന് ഈ സിസ്റ്റവും സംവിധാനങ്ങളുടെയും മുമ്പിൽ നിൽക്കുന്നത് നിങ്ങൾ ദൈവം ആരാന്നറിയണം, ദൈവവചനം എന്താണെന്നറിയണം, അത് വിശ്വസിക്കാൻ തുടങ്ങണം, അത് വിശ്വാസത്തിൽ ഏറ്റെടുക്കാൻ തുടങ്ങണം. അപ്പോൾ നിങ്ങൾ വിശ്വസിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ തുടങ്ങും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ചിലർ പറയില്ലേ, പ്രാർത്ഥിച്ചിട്ട് എന്ത് ഉണ്ടാകാനാ? ഒന്നും ജീവിതത്തിൽ കാണുന്നില്ലല്ലോ. ദൈവവചനം വിശ്വസിക്ക്, അത് ജീവിതത്തിൽ കാണാൻ തുടങ്ങും. നിങ്ങളുടെ മക്കൾ വഴിതെറ്റിപ്പോകുന്ന ഒരു അവസ്ഥയിലാണ്. എത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, എന്തുപദേശിച്ചിട്ട് കാര്യമില്ല. ദേഷ്യപ്പെടുന്നു, മുഖം വീർപ്പിക്കുന്നു, പ്രശ്നം ഉണ്ടാകുന്നു, എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. ആ മകന് വേണ്ടി ഈ പുസ്തകത്തിലെ ചില വചനങ്ങൾ വിശ്വാസത്തിൽ എടുത്ത്
നിങ്ങളുടെ മകന് വേണ്ടി പ്രാർത്ഥിക്ക്. ദൈവം ആ കൊച്ചിന്റെ ജീവിതത്തിൽ ഇടപെടുന്നത് ആ കൊച്ചിന്റെ ജീവിതത്തിൽ നിങ്ങൾ കാണും. ചുമ്മാ എന്തേലും പ്രാർത്ഥിച്ചിട്ട് കഥയില്ല. അനുഗ്രഹിക്കപ്പെടണം എന്നാഗ്രഹമുള്ളവര് ഒന്ന് കരമുയർത്താമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് എല്ലാവരുടെയും ആഗ്രഹമാണ്. എല്ലാത്തിന്റെ പിന്നിലും ഒരു കാരണമുണ്ടോ ഇല്ലയോ? അപ്പുറത്തെ പറമ്പിൽ ഒരു വാഴ ഒരു ജീവനുമില്ലാതെ വാടി നിപ്പുണ്ട് അപ്പുറത്തെ പറമ്പിൽ. അതിനൊരു കാരണമുണ്ടോ? കാരണം എന്നാന്ന് ആ വീട്ടുകാരോട് ചോദിച്ചാൽ പറയും, അത് നോക്കാറില്ല, അതിന് വളവിടാറില്ല, അതിന് വെള്ളം കൊടുക്കാറില്ല, അതങ്ങനെ ചുമ്മാ അവിടെ നിൽക്കുന്നോണ്ടാണ് അത് അങ്ങനെ നിൽക്കുന്നത്. ഒരാൾ അനുഗ്രഹിക്കപ്പെടാത്ത വിധത്തിൽ വാടിക്കൊഴിഞ്ഞ് അപ്പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, ജീവിക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം ആ വ്യക്തി ദൈവവചനം വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഒരാൾ ദൈവവചനം വിശ്വാസത്തിൽ എടുത്തത് സത്യമാണെങ്കിൽ ആ വചനത്തിന്റെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉയർന്നു വരും. അതാ ബൈബിൾ പറഞ്ഞത്. വെളിപാട് 1:3. ഈ പുസ്തകത്തിലെ എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഈ പുസ്തകത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും അനുസരിക്കുന്നവരും എന്ന അടുത്ത വാക്ക് എന്താണ്? അനുഗ്രഹീതർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഒരു കാര്യം, ദൈവവചനം വായിച്ചാൽ ഒരു അനുഗ്രഹവും വരികയില്ലെങ്കിൽ ഈ വെളിപാട് 1:3 എഴുതാൻ പാടില്ലായിരുന്നു. ദൈവവചനം വായിച്ചിട്ട് ഒരു അനുഗ്രഹവും കിട്ടത്തില്ലായിരുന്നെങ്കിൽ, ഒരാളും അനുഗ്രഹിക്കപ്പെടില്ലായിരുന്നെങ്കിൽ വെളിപാട് 1:3 വെട്ടിക്കളയണം. അതെന്തിനാ അവിടെ എഴുതി വെച്ചത്? ജീവന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചത്. ശ്രദ്ധിച്ചു, ഇത് ബൈബിൾ പറയുന്നു. ഇതിന്റെ ഒരു വള്ളിക്കോ പുള്ളിക്കോ പോലും മാറ്റമില്ല. ദൈവവചനം വിശ്വാസത്തിൽ എടുക്കുന്നവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളത് തർക്കമില്ലാത്ത വിഷയമാണ്. ആമേൻ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എത്രയോ പുസ്തകങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ കൊച്ചുങ്ങൾ പഠിക്കുന്ന ബയോളജിയുടെ പുസ്തകമുണ്ട്, കെമിസ്ട്രിയുടെ പുസ്തകമുണ്ട്, കണക്ക് പുസ്തകമുണ്ട്, ഇംഗ്ലീഷ് ഫസ്റ്റ് സെക്കൻഡ്, മലയാളം ഫസ്റ്റ് സെക്കൻഡ്, ഇങ്ങനെ നിരവധി പുസ്തകങ്ങളുണ്ട്. അതിന്റെ കൂടെയുള്ള ഒരു പുസ്തകമല്ല ബൈബിൾ. ആ പുസ്തകത്തെ പോലെ അല്ല ബൈബിൾ. ഈ പുസ്തകത്തിന്റെ പേരെന്താണ്? സത്യവേദ പുസ്തകം എന്നാണ് ചിലർ പറയുന്നത്. നമ്മൾ പറയുന്നു ഇത് ബൈബിൾ, ജീവന്റെ പുസ്തകം. എന്റെ ജീവിതത്തിന് വഴിത്തിരിവായത് ഈ ദൈവവചനമാണ്. ഞാൻ ജനിച്ചത് വലിയൊരു കുടുംബത്തിലാണ് എന്നതുകൊണ്ടല്ല ഇവിടെ നിൽക്കുന്നത്. എനിക്ക് എന്റെ വീട്ടുകാർക്ക് വലിയ പാരമ്പര്യമുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലല്ല ഇവിടെ നിൽക്കുന്നത്. ഞാൻ പഠിച്ച സ്കൂളിൽ എനിക്ക് വലിയ വിജയം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടല്ല ഇവിടെ നിൽക്കുന്നത്. ഞാൻ പഠിച്ച കോളേജിൽ എനിക്ക് വലിയ മാർക്കും സർട്ടിഫിക്കറ്റും എല്ലാം കിട്ടിയിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലല്ല. അതൊന്നുമല്ല എന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവായത്. ദൈവത്തിന്റെ വചനം വിശ്വാസത്തോടെ വായിക്കാൻ തുടങ്ങിയതും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയതും അതൊരു പുസ്തകത്തിൽ ആത്മാർത്ഥതയോടെ എഴുതാൻ തുടങ്ങിയതും ആ കാരണങ്ങളൊക്കെയാണ് ഇന്നും നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ വഴിത്തിരിവായ കാരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി, കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ എന്റെ ഒരു ആഗ്രഹമാണ്, ഈ 4 ദിവസം മൈക്കുണ്ട്, ബോക്സ് ഉണ്ട്, പാട്ടുകാരുണ്ട്, വായി വരുന്നതൊക്കെ വിളിച്ചു പറഞ്ഞ് 9 മണി വരെ സമയം പോണം എന്നല്ല എൻ്റെ ആഗ്രഹം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, എൻ്റെ മുമ്പിൽ ഒരു തുറന്ന ബൈബിളുണ്ട്, ഒരു തുറന്ന ഡയറി ഇരിപ്പുണ്ട്, 1 അല്ല 2 ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വായി വരുന്നതെല്ലാം വിളിച്ചു പറയുകയല്ല, എന്നതാ പറയണ്ടെന്ന് ഒരുങ്ങി കണക്ക് കൂട്ടി പ്രാർത്ഥിച്ചു നിൽക്കുന്നതാണ്. വായി വരുന്നതൊന്നും വിളിച്ചു പറയാൻ ഈ സമയം ഞാൻ പ്രയോജനപ്പെടുത്തില്ല. എൻ്റെ മനസ്സിൽ കണ്ടതും പ്രാർത്ഥിച്ചതും ധ്യാനിച്ചു കിട്ടിയതും കേട്ടതും അത് നല്ലതാണെന്ന് തോന്നിയതും മാത്രമേ പറയത്തുള്ളൂ. ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹം ഈ ദേശം അനുഭവിക്കണം. അപ്പൊ നിങ്ങളുടെ ഒരു പ്രാർത്ഥനയാണ്, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സാധിച്ചു കിട്ടണം എന്നാഗ്രഹമുള്ള എന്തേലും വിഷയം ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിൽ കാണണം കേട്ടോ. സാധിച്ചു കിട്ടണം, എനിക്കത് സാധിച്ചു കിട്ടിയിരുന്നെങ്കിൽ. ബിസിനസ് മൈൻഡോടുകൂടി അല്ല കേട്ടോ ഇത് പറയുന്നത്, ബിസിനസ് മൈൻഡോടുകൂടിയല്ല.
ഇത് ദൈവീകമായൊരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. യേശു പറഞ്ഞു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, അതങ്ങനെ തന്നെ സംഭവിക്കും. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ കസേരയെ കൂടെ അകത്തും പുറത്തും ഒക്കെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരായ ആൾക്കാരുണ്ട്. നിങ്ങളൊരു റിസ്ക് എടുത്താണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം വീട്ടിൽ എന്തെല്ലാം ജോലി ഉണ്ടായിരുന്നു, വെറുതെ വീട്ടിലിരുന്ന് വല്ല ടി വിയുടെ മുമ്പിൽ ഇരിക്കായിരുന്നു, പല കാര്യങ്ങളും ഈ സമയത്ത് ചെയ്യായിരുന്നു. പക്ഷെ ഇവിടെ വന്നത് എന്തൊക്കെയോ പ്രാർത്ഥനയുള്ളത് കൊണ്ടാണ്. നിങ്ങളത് മനസ്സിൽ കാണണം. എന്നിട്ട് നിങ്ങൾ ആ പ്രാർത്ഥന വിഷയത്തെ മനസ്സിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഉത്തരം എന്നാ നോക്കണം. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇതൊന്നും എന്നെ കൊണ്ട് സാധ്യമല്ല. അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ടോ? ഇത് എന്തൊന്നും ശരിയാവുമോ, സാധ്യമാകുമോ? അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്. കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ആ വീട്ടിലുണ്ടായിരുന്ന മറിയം, പരിശുദ്ധ അമ്മയ്ക്കറിയാം, എന്നെ കൊണ്ട് സാധ്യമല്ല ഇത്. ഏത്? ഈ വീട്ടിന്റെ ഈ പ്രതിസന്ധി മാറ്റാൻ എന്നെ കൊണ്ട് സാധ്യമാകത്തില്ല. വീഞ്ഞ് തീർന്നു പോയി, ഇനി വിളമ്പാനില്ല, ഇനി ഒരുപാട് പേര് ഫുഡ് കഴിക്കാനുണ്ട്, അവർക്ക് വേണ്ടി ഭക്ഷണം എന്തു ചെയ്യുമെന്ന് ചിന്തിക്കുന്ന ഒരു നിസ്സഹായ അവസ്ഥയിൽ പരിശുദ്ധ അമ്മ ആ പരിഹരിക്കാനാകാത്ത വിഷയവുമായി എങ്ങോട്ടാ പോയേ? നാട്ടുകാരടുത്തേക്കാണ് പോയെ? ആ കല്യാണ വീട്ടിൽ വളരെ പ്രസിദ്ധരും പ്രഗത്ഭരുമായ കുറെ ആളുകളുണ്ട്, അവരോടൊന്നും പറയാൻ പോയില്ല. പരിഹരിക്കാൻ കഴിവുള്ള യേശുവിൻ്റെ അടുത്തേക്ക് ചെന്ന് ആ വിഷയത്തെ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ സംഭവം ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും, ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് ഒത്തിരി സങ്കടം അനുഭവിക്കുന്നവരാണ്. കാണുമ്പോൾ ആർക്കും ഒരു കുഴപ്പവും ഇല്ല, നല്ല ഡ്രസ്സും നല്ല മുഖവും ഒക്കെയാണ് നിങ്ങളുടേത്. പക്ഷെ അടുത്തറിയുമ്പോഴാണ് അറിയുന്നത് ഭയങ്കര വേദനയുള്ള ഒരാളായിരുന്നു ഇതെന്ന്. 10 മിനിറ്റ് എന്നാ ഉണ്ട് വിശേഷം, വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു 4 സെന്റൻസ് കഴിയുമ്പം പെട്ടെന്ന് കയ്യിലുള്ള തുവാലയെടുത്ത് പതുക്കെ ഈ കണ്ണിന്റെ അടുത്തേക്ക് കൊണ്ടുവരും. പതുക്കെ. അവർക്കറിയാം ഇനി പറയാൻ തുടങ്ങുമ്പോൾ കണ്ണുനീര് വരാൻ ചാൻസ് ഉണ്ട്. മനസ്സിൽ വേദന തുടങ്ങി, ഇപ്പൊ കണ്ണ് നിറയും. പറയാൻ തുടങ്ങിയാൽ 10 മിനിറ്റ് വേണ്ട, ചിലപ്പോൾ അറിയാതെ കരഞ്ഞു പോകും, പറയാൻ വാക്കുകളില്ലാതെ വിങ്ങിപ്പോകും. അങ്ങനെയൊക്കെ ഇരിക്കുന്നവർ ഒത്തിരി അമ്മമാരും അപ്പച്ചന്മാരും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഒത്തിരി വേദനയുമായി, വലിയ വേദനയുമായി, ഭാരമായി ഇരിക്കുന്നവരുണ്ട്. വലിയ ഭാരം. ഇത് സാധിച്ചത് ശരിയാകത്തില്ലെന്നാ തോന്നുന്നതിലും നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ ബുദ്ധിക്ക് അതീതമായത് ചെയ്തു തരാൻ ആർക്കു പറ്റും? വിശ്വാസം ഇച്ചിരി കുറവുണ്ടെന്ന് തോന്നുന്നു, പലരും മറുപടി പറയുന്നില്ല. ദൈവത്തിന് സാധിക്കും. അത് മനസ്സിൽ നല്ല ഉറപ്പുണ്ടെങ്കിൽ അത് പറയാൻ മടിക്കരുത്. ആ പറഞ്ഞത് സംഭവിക്കും. പറയാതിരുന്നാൽ അത് അടഞ്ഞു പോകും. ഒരനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ വരും, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ചാടി പറഞ്ഞോണം. വിശ്വാസത്തിന്റെ വാക്കുകൾക്ക് വലിയ വില കൊടുക്കും ദൈവം. കൊടുക്കുമോ? വിശ്വാസത്തിന്റെ വാക്ക്. നിനക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറാൻ, അടുത്ത വാക്ക് എന്നാന്നറിയാമോ? മാറാൻ പറഞ്ഞാൽ. അപ്പൊ പറയണം. പറഞ്ഞാൽ എന്ന് എഴുതിയിട്ടുണ്ട്, മനസ്സിൽ വച്ചോണ്ടിരുന്നാലെന്നല്ല, പറഞ്ഞാൽ. വിശ്വാസത്തിന്റെ വാക്കു നീ പറഞ്ഞാൽ എന്റെ പ്രതിസന്ധികൾ മാറും, എന്റെ കടബാധ്യത മാറും, എന്റെ രോഗം എന്റെ ദൈവം സൗഖ്യമാക്കും, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി മനോഹരമാകും, എനിക്ക് നല്ല വീട് ദൈവം ഒരുക്കി തരും, എന്റെ കാര്യങ്ങൾ. ഇത് വിശ്വാസത്തിന്റെ വാക്കാ. ഇത് പറയുമ്പോൾ നിങ്ങൾ എന്തിനെ നോക്കിയാണോ ഇത് പറഞ്ഞത്, അതവിടെ ദൈവത്തിന്റെ ഇടപെടലിന് കാരണമാകും. വിശ്വസിക്കുന്നവർ പറഞ്ഞേ ഹല്ലേലൂയ, വിശ്വസിക്കാത്തവർ പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് പ്രശ്നം.
ഈ സ്ഥലത്തെ പ്രശ്നം ഇപ്പൊ പറഞ്ഞതാണ് പ്രശ്നം. വിശ്വസിക്കുന്നവരും ഉണ്ട്, അതാ പ്രശ്നം. ഇവിടെ എല്ലാവരും കേൾക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല, പെട്ടെന്ന് ചാടി പറഞ്ഞതാണ്, സാരയില്ല, അതിനെക്കുറിച്ച് വിഷമിക്കണ്ട. കാനായിലെ കുടുംബത്തിൽ മറിയം ഞാൻ വെള്ളം കോരി വീഞ്ഞാക്കാന്നല്ല പറഞ്ഞത്. ഇതെന്നെ കൊണ്ട് പറ്റൂല, ഇവിടെയുള്ള ഒറ്റ ആൾക്കാരെ കൊണ്ട് സാധിക്കില്ല എന്നറിഞ്ഞപ്പം അത് സാധിച്ചു കിട്ടാൻ വേണ്ടി പരിശുദ്ധ അമ്മ എങ്ങോട്ടാ പോയേ? അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് നാളെ കഴിഞ്ഞും തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ ഭയങ്കര തിരക്കാണ്. ധ്യാനത്തിൽ വരാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല, ആ സമയത്തൊന്നും എത്തിപ്പെടാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടും, ദൈവം അതിനകത്ത് ഇടപെടും എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഓടി വരണം. മറിയോ അങ്ങനെയാ ചെയ്തേ. അപ്പുറത്തെ മുറിയിലേക്ക് കയറി വേറെ ഒരു 4 പേരോട് പറഞ്ഞ് ചിരിക്കുവല്ല ചെയ്തേ. അത് യേശുവിന്റെ അടുത്ത് ചെന്നിട്ട്, മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, ഇവർക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്, ഇവരൊരു വലിയ പ്രശ്നത്തെ മുഖാമുഖം കണ്ടോണ്ടിരിക്കുക, ഈ വീട് ഇടപെടണമെന്ന് പറഞ്ഞു. ആ കുടുംബത്തിൽ എന്തുണ്ടായി? ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായി. ഈ ദേശത്ത് വചനം പറയുമ്പോൾ ദൈവീക ഇടപെടൽ കാനായിലെ കുടുംബത്തിൽ ഉണ്ടായതുപോലെ ഇടപെടുമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടണം, ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകണം. അപ്പോൾ ചിലർ പ്രാർത്ഥിക്കും, എൻ്റെ ജീവിത പങ്കാളി ഒന്ന് മാനസാന്തരപ്പെടണം, എൻ്റെ വഴിതെറ്റിപ്പോയ കുഞ്ഞുങ്ങൾ തിരിച്ചു വരണം, ഭീകരമായ കടബാധ്യതയാ മുന്നിലുള്ളത്, അത് വീട്ടാനുള്ളൊരു മാർഗമുണ്ടാകണം, എൻ്റെ കൊച്ചിൻ്റെ കുടുംബജീവിതം തകർന്നു കിടക്കുവാണ്, എൻ്റെ മകളുടെ വിവാഹം കുടുംബജീവിതം വല്ലാതെ പ്രതിസന്ധിയിലാണ്, അതൊന്ന് ശരിയായി വരണം. ഇങ്ങനെയൊക്കെ നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത ചില കാര്യങ്ങൾ ജീവിതത്തിൽ കാണും. എല്ലാം നമ്മൾ കൂട്ടിയാൽ കൂടിയല്ല, ചിലത് കൂടണമെങ്കിൽ ദൈവത്തിന്റെ കരം വേണം, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം. അങ്ങനെയെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് പരിശുദ്ധ അമ്മ മറിയം യേശുവിന്റെ മുമ്പിൽ കയറി നിന്നിട്ട് ആ മുഖത്തേക്ക് നോക്കി പറഞ്ഞില്ലേ, ഈ വീട്ടിൽ ഒരു പ്രതിസന്ധി ഉണ്ട്, വീഞ്ഞില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു നിമിഷം നിങ്ങൾ ഇരിക്കുന്ന ആ കസേരയെ കൂടെ ഇരുന്ന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്, ഒറ്റ നിമിഷം വിശ്വാസത്തോടെ. അപ്പൊ നമുക്ക് പ്രാർത്ഥനയ്ക്കൊരു റീസൺ ഉണ്ട്, ഒരു കാരണമുണ്ട്. അടുത്ത സ്റ്റെപ്പ് വയ്ക്കുകയാണ്, അടുത്ത ഒരു സ്റ്റെപ്പ് വയ്ക്കുകയാണ്. അപ്പൊ നമുക്ക് പ്രാർത്ഥനയ്ക്കൊരു റീസൺ ഉണ്ട്, ഒരു കാരണമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഈ കേൾക്കുന്ന വചനങ്ങൾ അനുഗ്രഹമായി തെളിഞ്ഞു വരണം, വേണ്ടേ? തെളിഞ്ഞു വരണം. നിങ്ങളുടെ ഒത്തിരി പേരുടെ മുഖമൊക്കെ ഒത്തിരി സന്തോഷത്തിലാകാനുണ്ട്. സന്തോഷം തരുന്നത് ദൈവമാണ്, സമാധാനം തരുന്ന ആരാ? അതാ യേശു പറഞ്ഞത്, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ തരുന്ന സമാധാനം. നമുക്ക് ഇവിടെയുള്ള പലരും നമുക്ക് കുറച്ച് സന്തോഷ സമാധാനമൊക്കെ തരും, പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോൾ അത് ഓഫായി പോകും. യേശു പറഞ്ഞില്ലേ, നിങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീടിന് സമാധാനം എന്ന് പറയണം. അപ്പോൾ ആ സമാധാനം അവരുടെ വീട്ടിൽ നിലനിൽക്കും. ഇതുപോലെ നിങ്ങൾക്ക് ദൈവത്തിന്റെ ഒരു നല്ല സമാധാനം ഉണ്ടാകട്ടെ. ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഈ പ്രസംഗിക്കുന്നത് എനിക്ക് നിങ്ങളോട് പറയുവാൻ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. കാരണം എനിക്ക് PhD ഉള്ളത് കൊണ്ടല്ല ഇത് അനുഗ്രഹമാകുന്നത്. ഇവിടെ ദൈവാത്മാവ് പ്രവർത്തിച്ചെങ്കിലേ ഈ ശുശ്രൂഷ അനുഗ്രഹമാകത്തുള്ളൂ. അല്ലാതെ M.Tech കൊണ്ട് B.Tech കൊണ്ട് PhD ഉണ്ടെന്ന് വിചാരിച്ച് ശുശ്രൂഷ അനുഗ്രഹമാകില്ല. ദൈവത്തിന്റെ ഇടപെടൽ വേണം. ദൈവം നിങ്ങളോട് സംസാരിക്കും, ദൈവം നിങ്ങളോട് സംസാരിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അവസാനത്തെ 31-ാമത്തെ വാക്യം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ
ആ വാക്ക് കേട്ടോ? ആ വാക്ക് കേട്ടോ? അകത്തും പുറത്തും ഇരിക്കുന്ന എല്ലാവരും കേട്ടോ? എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ. ആ വാക്ക് നിങ്ങളൊന്ന് പറഞ്ഞേ. ആ വാക്ക് മറക്കരുത് കേട്ടോ. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ. അതിനുവേണ്ടിയാ നമ്മളിവിടെ ഇരിക്കുന്നത് കേട്ടോ. നിങ്ങളിവിടെ വരാൻ കാരണം ഈ ആശ്രയം ഉള്ളത് കൊണ്ടാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ അവർക്ക് എന്തെങ്കിലും അനുഗ്രഹമുണ്ടോ? അടുത്ത വാക്യം, വീണ്ടും ശക്തി പ്രാപിക്കും. നിങ്ങൾ വീട്ടിൽ ചെന്ന് ബൈബിളിൽ നോക്കണം. ഗൗരവമുള്ള ഒരു വാക്കുണ്ട് അതിനകത്ത്. ഏതായിരിക്കും അത്? വീണ്ടും. ഞാൻ പലപ്പോഴും ചിന്തിച്ചു, എന്തിനാണ് വീണ്ടും എന്നെഴുതിയിരിക്കുന്നത്? ആ വീണ്ടും ഇല്ലാതെ ഒന്ന് കേട്ടെ. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ശക്തി പ്രാപിക്കും. ഒരു തെറ്റുമില്ല. പക്ഷെ എന്തിനാണ് മലയാള ബൈബിളിൽ വീണ്ടും എന്നെഴുതിയിരിക്കുന്നത്? അതായത് നമ്മുടെ ജീവിതം ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പരാജയപ്പെട്ടു പോയിട്ടുണ്ടാകും, എവിടെയെങ്കിലുമൊക്കെ സങ്കടപ്പെട്ടിട്ടുണ്ടാവും, എവിടെയെങ്കിലുമൊക്കെ വേദന അനുഭവിച്ചവരുണ്ടാവും. അങ്ങനെയുള്ള നിലയിലാണെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഒരിക്കൽ പരാജയപ്പെട്ടു എന്ന് തോന്നിയാലും, ഒരിക്കൽ സങ്കടത്തിലായി പോയല്ലോ എന്ന് തോന്നിയാലും, അടുത്ത വാക്യം എന്താണ്? വീണ്ടും ശക്തി ഉറക്കെ പ്രാപിക്കും. പറഞ്ഞ ആ വാക്ക്, വീണ്ടും ശക്തി പ്രാപിക്കും. ഒന്നെല്ലാവരും ചേർന്ന് ആ വാക്ക് പറഞ്ഞ്, വീണ്ടും ശക്തി പ്രാപിക്കും. വീണ്ടും ശക്തി ഒരു പ്രാപിക്കും. കരം ഉയർത്തി ഉറക്കെ പറഞ്ഞ്, വീണ്ടും ശക്തി പ്രാപിക്കും. വീണ്ടും ശക്തി പ്രാപിക്കും. വീണ്ടും ശക്തി പ്രാപിക്കും. വീണ്ടും ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തിക്ക്. എന്തിനാ നമ്മൾ വന്നതെന്നറിയാമോ? വീണ്ടും ശക്തി പ്രാപിക്കാൻ. വീണ്ടും ശക്തി പ്രാപിക്കാൻ. ഇപ്പോൾ ഉള്ള ശക്തി കൊണ്ട് വലിയ പവർ ഇല്ല. ഇപ്പോഴത്തെ ശക്തി കൊണ്ട്, ഇപ്പോഴത്തെ ശക്തി ഒരു പനി വന്നാൽ തീരുന്ന ശക്തിയേ ഉള്ളൂ. ഇപ്പോഴത്തെ ശക്തി കൊണ്ട് ഒരു ബക്കറ്റ് വെള്ളം കോരി അപ്പുറത്ത് എത്തുമ്പോഴത്തേക്കും മടുത്തു. ഇപ്പോഴത്തെ ശക്തി കൊണ്ട് ആ കയറ്റം കയറി വന്നപ്പോഴത്തേക്കും മടുത്തു. വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തു വന്നപ്പോഴത്തേക്കും പിന്നെ ഇരിപ്പ മടുത്തു, കാലിന് വേദന, കൈക്ക് വേദന. ഇപ്പോഴത്തെ ശക്തി കൊണ്ട് അത്രയൊക്കെ പറ്റുള്ളൂ. ദൈവത്തിന്റെ ശക്തി കൊണ്ട് വചനം പറയുന്നു, വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ. ഇതെപ്പോഴാ എനിക്ക് ശരിക്കും മനസ്സിലായെന്ന് നിങ്ങളോട് ഞാൻ ഒരു അനുഭവത്തിലൂടെ പറയുകയാണ്. ഞാൻ ഈ വീണ്ടും ശക്തി പ്രാപിക്കുമെന്ന് പറയാൻ കാരണം, ആരാ വീണ്ടും ശക്തി പ്രാപിക്കുന്നത്? ദൈവത്തിൽ ആശ്രയിക്കുന്നവർ. മനുഷ്യരിൽ ആശ്രയിക്കുന്നവരല്ല. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറിലോ പ്രസിഡന്റ് അല്ലെങ്കിൽ ഇവിടുത്തെ MLA MP ഇവരിൽ ആശ്രയിക്കുന്നവരെ കുറിച്ചല്ല പറയുന്നത്. സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ കുറിച്ചാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ഇത് നിങ്ങളുടെ അനുഭവമായി മാറും. ഇത് പറയാൻ കാരണം, ഒരിക്കൽ എൻ്റെ ഫോണിൽ ഞാൻ ഒരാളെ കാണാൻ വേണ്ടി എൻ്റെ ഫോൺ എൻ്റെ മുറിയിൽ വെച്ച്, കുറച്ചപ്പുറത്തെ എൻ്റെ ആളുകളെ കാണാനിരിക്കുന്ന ഒരു മുറിയിൽ ഞാൻ ആളുകളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ ഒരു അസൗകര്യമാകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഫോണ് മുറിയിൽ വെച്ചിട്ട് ഞാൻ അവരെ കാണുകയായിരുന്നു. ഏകദേശം 3/4 മണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ ചിലപ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കേണ്ടതായി വന്നു. അത് നോർമലായി അവിടെ ശുശ്രൂഷ പ്രാർത്ഥന നടക്കുന്ന ഒരു സമയമായിരുന്നില്ല, അല്ലാത്തൊരു സമയമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ മുറിയിൽ വന്ന് എൻ്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കുറച്ചധികം മിസ് കോൾ കാണുന്നു. അപ്പോൾ ഒരു നമ്പറിൽ നിന്ന് പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. പിന്നെ വാട്സപ്പ് ചെക്ക് ചെയ്തപ്പോൾ ആ പല പ്രാവശ്യം വിളിച്ച നമ്പറിൽ നിന്ന് ഒരു വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഫോൺ എടുക്കാത്തത്? ഞങ്ങളെപ്പോലെയുള്ളവർ വിളിക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ളവർ എടുക്കണ്ടേ? അറിഞ്ഞുകൊണ്ടാണോ എടുക്കാത്തത്? എനിക്ക് പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളോട് പറയാനുണ്ട്. അതിനകത്ത് നിങ്ങൾ 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 എന്ന വാക്കുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇവരേതോ അക്രൈസ്തവരായ ആരോ ആണ്, അവരങ്ങനെ വിളിച്ചതാണ് എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ ഉടനെ ആ നമ്പറിൽ വിളിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, എവിടെയാണ് ഈ സ്ഥലം? ആരാണ് നിങ്ങൾ? എന്താണ്? ഞാൻ ഒരാളെ പ്രാർത്ഥിക്കുമായിരുന്നു ഒരാൾക്ക് വേണ്ടി, അതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത്, അറിഞ്ഞുകൊണ്ട് എടുക്കാതിരുന്നതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞു, അതൊരു സ്ത്രീയാണ്. ആ സ്ത്രീ എന്നോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ
വലിയൊരു ദൈവീക ഇടപെടൽ നിങ്ങളുടെ പ്രസംഗം കേട്ടിട്ട് എൻ്റെ വീട്ടിലുണ്ടായി, എൻ്റെ ജീവിതത്തിലുണ്ടായി. അത് നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ഇത് പറയുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല, ദൈവവചനത്തിന്റെ ശക്തി അറിയാൻ വേണ്ടിയാണ്. അല്ലാതെ എൻ്റെ പ്രസംഗം കേട്ടു എന്ന് പറയാൻ വേണ്ടി ഉള്ള ഒരു കേമത്തരം വിളിച്ചു പറയുകയല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തു ചെയ്യുന്നു? അപ്പോൾ അവരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ആ സ്ഥലത്തെ ഏറ്റവും സമ്പന്നരായ കുടുംബങ്ങളിലെ ഒരു കുടുംബത്തിലെ ഒരാളാണിത്. അപ്പോൾ ഈ വ്യക്തിക്ക് ഏകദേശം 25 26 പ്രായമേ ഉള്ള ഒരു ചെറിയ പെൺകുട്ടിയാണ്. അവര് പറഞ്ഞു, എന്റെ പ്രായം ഇതാണ്. അവരൊരിക്കലും ധ്യാനത്തിന് പോവുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നവരൊന്നുമല്ല. അവരുടെ ഇടവക പള്ളിക്ക് ആവശ്യമായ പണം കൊടുക്കുന്ന വീട്ടുകാരാണ്. അച്ഛൻ പറയുകയാണ് പെരുന്നാളാണ്, അവരന്നേരെ കൊടുക്കും പൈസ. അച്ഛൻ പറയുകയാണ് ഞങ്ങൾക്ക് അവിടെ ഒരു പള്ളിയുടെ പെയിന്റിങ് ഞാൻ പൈസ തന്നേക്കാം അച്ഛൻ ചെയ്തു. എല്ലാത്തിനും സ്പോൺസർമാരാണ്. പക്ഷെ അവരൊന്നും മനസ്സുകൊണ്ട് വിശ്വാസികളല്ല. വലിയ വീടുണ്ട്, ബിസിനസ്സുണ്ട്, സാമ്പത്തികമുണ്ട്, എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ എന്ത് വിശ്വാസം, എന്തിന് വിശ്വസിക്കണം? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ വീട്ടിലെ മകന് അതേ ഇടവകയിൽപ്പെട്ട മറ്റൊരു കുടുംബത്തിലെ ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുന്നത്, ഒരു സ്നേഹം ഉണ്ടാകുന്നത്. അത് വീട്ടുകാരറിഞ്ഞപ്പോൾ ആ വീട്ടുകാർ തമ്മിൽ, ആ രണ്ട് വീട്ടുകാരും ആ സ്ഥലത്തെ ആ ഇടവകയിൽ ഏറ്റവും വലിയ സമ്പന്നരായതുകൊണ്ട് ആ സ്നേഹത്തെ ആരും എതിർക്കുകയോ എതിരഭിപ്രായം പറയുകയോ ചെയ്തില്ല. കുറച്ചു വർഷത്തെ പ്രണയത്തിനു ശേഷം അവരുടെ ഇടവക പള്ളിയിൽ വെച്ച് ആ വിവാഹം ആശീർവദിക്കപ്പെട്ടു. അതിന് വലിയൊരു സന്തോഷമായ സദ്യയും ആഘോഷങ്ങളും ഒക്കെ ആ വീട്ടിൽ ആ ദിവസങ്ങളിൽ നടന്നു. വിവാഹം നടന്നു. 4 വർഷം കഴിഞ്ഞിട്ടും അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. ആ ഒരു പ്രതിസന്ധിയുടെ സമയത്തും ആരും അവരോട് പറഞ്ഞില്ല, നീ ഒന്ന് പ്രാർത്ഥിക്ക്, ദൈവത്തിൽ ആശ്രയിക്ക്. ആരും പറഞ്ഞില്ല. 3-4 വർഷം കഴിഞ്ഞപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞു, അതായത് ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡിന്റെ വീട്ടുകാർ പറഞ്ഞു, നമുക്ക് ഒരു നല്ല ഡോക്ടറെ എനിക്ക് പരിചയമുണ്ട്, ആ ഡോക്ടറെ വിളിച്ച് നമുക്ക് ഇന്ന ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്നാൽ നല്ല ട്രീറ്റ്മെന്റ് ചെയ്യും, അങ്ങനെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകും, അങ്ങനെ ട്രീറ്റ്മെന്റിന് പോ എന്ന് ഉപദേശിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ അവർ ഡോക്ടറെ കാണാൻ ചെന്നു. ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി ആ സ്ത്രീ, ആ പെൺകുട്ടി, ആ വ്യക്തി ഗർഭിണിയായി. 3 മാസം കഴിഞ്ഞപ്പോൾ, ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ആ വീട്ടിൽ ഭയങ്കര സന്തോഷവും ഭയങ്കര നല്ല സന്തോഷമായി. എല്ലാവരുടെയും ഭയങ്കര മനസ്സ് നിറഞ്ഞൊരു സന്തോഷമായിരുന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ ആ വീട്ടുകാര് പറഞ്ഞു, ഒന്ന് ചെക്കപ്പിനായിട്ട് പോകുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ് 3-4 മാസമായപ്പോൾ ചെക്കപ്പിനായി ചെല്ലുമ്പോൾ ആ ഡോക്ടർ അവരെ ആ ചെക്കപ്പിന് ശേഷം ആ റിസൾട്ട് A to Z പരിശോധിച്ചതിന് ശേഷം ആ ഭാര്യയും ഭർത്താവിനെയും ആ ഡോക്ടറുടെ മുമ്പിൽ ആ മുറിയിൽ ഇരുത്തിയിട്ട് അവരെ ശരിക്കും അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഡോക്ടർ പറയുന്നുകൊണ്ട് വിഷമമൊന്നും വിചാരിക്കരുത്, ഈ കൊച്ചു ജനിച്ചാൽ ഓട്ടിസം ഉള്ള ഒരാളായിരിക്കും, അതുകൊണ്ട് ഇത് ബുദ്ധി വളർച്ചയില്ലാത്ത ഒരു കുഞ്ഞായിരിക്കും, ഇതിനെ നശിപ്പിക്കണം, അബോർഷൻ നടത്തണം, പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ. അത് കേട്ടപ്പോൾ ആ വ്യക്തി മനസ്സുകൊണ്ട് തകർന്നുപോയി, കരഞ്ഞുപോയി. അന്ന് ഡോക്ടറുടെ അടുത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു കൂസലും കൂടാതെ ഭർത്താവ് പറഞ്ഞു, എന്നാ അബോർഷൻ നടത്തിയേക്കാം എന്ന് പറഞ്ഞു. അന്നാണ് അവര് തമ്മിൽ ഒരു വഴക്ക് ജീവിതത്തിൽ ആദ്യം ഉണ്ടാകുന്നത്. ഇതെല്ലാം എന്നോട് പറഞ്ഞൊരു വിഷയമാണ്. അന്ന് ഭാര്യ പറഞ്ഞു, അബോർഷൻ നടത്താൻ ഞാൻ തയ്യാറല്ല. ഭർത്താവ് പറയുന്നു, അബോർഷൻ നടത്തിയേ പറ്റൂ, ഇങ്ങനെ ഓട്ടിസം ഉള്ള കൊച്ചു നമ്മുടെ വീട്ടിൽ വേണ്ട, നമുക്ക് നാണക്കേടാണത്, നമ്മുടെ വീട് ഈ നാട്ടിലെ ഏറ്റവും അറിയപ്പെടുന്ന വീട്ടുകാരാണ്, നമ്മുടെ കുടുംബം അങ്ങനെയാണ്, നമ്മൾ വലിയ ആളുകളാണ്, നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കുറവുള്ള ഒരു കൊച്ചു ജനിക്കാൻ പാടില്ല, ഡോക്ടർ പറഞ്ഞ നീ കേട്ടില്ലേ? അവര് തമ്മിൽ വഴക്കായി. എന്നിട്ട് ആ പെൺകുട്ടി പറഞ്ഞത്,
ഈ പഞ്ചായത്തിലെ ഒരു നരകം ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ വീടായി മാറി. ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ദിവസങ്ങൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് ആ വീട് നരക തുല്യമായി വഴക്കും ബഹളവും കൊണ്ട് ഭയങ്കര ശല്യ വിഷമമായി മാറി. അങ്ങനെ ആ വഴക്കും ബഹളത്തിന്റെ ഇടയിൽ ആ വ്യക്തി മാസം തികഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ അന്ന് പറഞ്ഞ പോലെ തന്നെ അംഗവൈകല്യമുള്ള ബുദ്ധി വളർച്ചയില്ലാത്തൊരു കൊച്ചിനാണ് ജന്മം കൊടുത്തത്. അപ്പോൾ ഭർത്താവിന് ഭാര്യയോടുള്ള വെറുപ്പും ദേഷ്യവും വർദ്ധിച്ചു. ഭയങ്കര ദേഷ്യമായി, അത് വെറുപ്പായി. തെറിവാക്കുകൾ, ചീത്തവാക്കുകൾ പറയുവാൻ തുടങ്ങി. ആ പെൺകുട്ടി ഒറ്റപ്പെട്ടു പോയി ആ വീട്ടിൽ. അങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ ആ പെൺകുട്ടി തീരുമാനിക്കുകയാണ്, ഇങ്ങനെ ജീവിക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ ഒരു ആർക്കും വേണ്ടാത്തൊരു ജീവിതം എന്തിനാ, എൻ്റെ ഭർത്താവിന് പോലും എന്നെ വേണ്ട, ആരോഗ്യമുള്ളൊരു കൊച്ചിന് ജന്മം കൊടുക്കാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല, എത്രയോ പേരുടെ കുത്തുവാക്കുകൾ, നാണംകെടല്, മരിച്ചേക്കാമെന്ന് മനസ്സിന്റെ അകത്തൊരു ചിന്ത. മരിക്കണം, എങ്ങനെ മരിക്കണം, ആത്മഹത്യ ചെയ്യണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ തീരുമാനിച്ചുറപ്പിക്കുന്നു. ഒറ്റയ്ക്കല്ല, തൻ്റെ കുറവുള്ള കൊച്ചിനെ കൂടി കൊന്നുകളഞ്ഞ് സ്വയം അവർ കിടന്നുറങ്ങുന്ന റൂമിൽ തന്നെ കെട്ടിത്തൂങ്ങി മരിക്കണമെന്ന് മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നു. അതിനൊരുങ്ങുന്നു. ഇതാരോടും ഷെയർ ചെയ്യാതെ മനസ്സിൽ പൂട്ടിവെച്ച് മരിക്കാൻ തീരുമാനിച്ച് ഒരു പകൽ സമയം 10 മണിക്കും 12 മണിക്കും ഇടയിലുള്ള ജീവിതത്തിന്റെ മരണത്തിന്റെ നിഴല് കയറിയ ഒരു ഉച്ച സമയം, അല്ലെങ്കിൽ ഒരു പകൽ 10 മണി തൊട്ട് 12 മണി വരെ ഏകദേശമുള്ള ഒരു ജീവിതത്തിൽ ഇരുട്ട് കയറിയ സമയം, ഭർത്താവ് വീട്ടിലില്ലാത്ത സമയം, വാതിലും ജനലും അടച്ചു കുറ്റിയിട്ട് അകത്തിരുന്ന് ഒരു കുപ്പിപ്പാലിനകത്ത് വിഷം കലക്കി വെച്ചു. എന്നിട്ട് കൊച്ചിന്റെ നാവിൽ അത് വായിൽ കൊടുക്കാൻ തീരുമാനിച്ചു. അതിനുശേഷം തന്റെ അലുമാരിയിൽ വിവാഹത്തിന്റെ ദിവസം അവർക്ക് ലഭിച്ച ഒരു സമ്മാനം പോലെ ലഭിച്ച ചൂരിദാർ ഉണ്ടായിരുന്നു. ആ ചൂരിദാറിന്റെ ഷോള്, ആ ചൂരിദാർ മടക്കി ചില വൃത്തിയായി അവർ അലമാരിയിൽ വെച്ചിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യാൻ, കെട്ടിത്തൂങ്ങി ചാകാൻ വേണ്ടി, മരിക്കാൻ വേണ്ടി എടുത്തത് അലമാരിന്ന് ആ ഷോൾ എടുത്ത്, എന്നിട്ട് ഫാനിൽ കട്ടിലേൽ ഒരു കസേരയിട്ട് കയറി നിന്ന് ഫാനിൽ കെട്ടിത്തൂക്കി മരിക്കാൻ തീരുമാനമെടുത്ത് മരണത്തിന്റെ നിമിഷങ്ങൾക്ക് മുമ്പ് ആ ഭാര്യയ്ക്ക് തോന്നുവാണ്, ഫോൺ എടുത്ത് ഭർത്താവിന്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടേക്കാം, അവസാനത്തെ വോയിസ് മെസ്സേജ്. എന്താണെന്നറിയാം വോയിസ് മെസ്സേജ് ഇടാൻ തീരുമാനിച്ചത്? നിങ്ങൾക്ക് പോലും എന്നെ വേണ്ടല്ലോ, ഞാൻ മരിക്കുകയാണ്, 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾ മറ്റൊരു കല്യാണം കഴിക്കണം, എനിക്ക് നിങ്ങൾക്കൊരു നല്ല ആരോഗ്യമുള്ളൊരു കൊച്ചിനെ പോലും തരാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കണം, ആ പെൺകുട്ടിയിൽ നിങ്ങൾക്ക് നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാകും, എന്തായാലും നിങ്ങൾ എന്നെ എപ്പോഴും വിളിക്കാറുള്ള ഒരു ശവമാണ് ഞാൻ മരിക്കുകയാണെന്ന് പറയാൻ ഫോൺ എടുത്ത വ്യക്തി തന്റെ ഫോണിന്റെ ലോക്ക് തുറന്ന് വരുമ്പോൾ സ്ക്രീനിൽ കണ്ടത് യൂട്യൂബിൽ എപ്പോഴോ ഞാൻ പ്രസംഗിച്ച ഒരു പ്രസംഗമാണ് ഈ വ്യക്തി യൂട്യൂബിൽ കാണുന്നത്. ആ വ്യക്തി പറഞ്ഞു, ഇന്നുവരെ ഒരാളുടെയും പ്രസംഗം ഞാൻ കേട്ടിട്ടുമില്ല, ഒരു ധ്യാനത്തിനും കാര്യമായി പങ്കെടുത്തിട്ടില്ല, അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ലാത്ത എൻ്റെ ഫോണിൽ നിങ്ങളുടെ ഒരു പ്രഭാഷണം ഞാൻ കേട്ടു. ആ വ്യക്തി പറഞ്ഞു, നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ല, ഒന്നും അറിയത്തില്ല നിങ്ങളെക്കുറിച്ച്, പക്ഷെ നിങ്ങളുടെ ഒരു പ്രസംഗം എൻ്റെ ഈ മരണവെപ്രാളത്തിന് എൻ്റെ കൈവിരലുകൾ കൊണ്ട് ടച്ച് ചെയ്തത് കൊണ്ടാകാം ഒരു പ്രസംഗം പ്ലേ ആയി. അപ്പോൾ ആ പ്രസംഗം 32 മിനിറ്റിൽ താഴെയുള്ള ആ പ്രഭാഷണം തുടങ്ങുന്നത് ആ സ്ത്രീ പറയുന്നു, യേശയ്യ 40:31 വചനം കൊണ്ടാണ് ആ പ്രസംഗം ആരംഭിച്ചത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, വീണ്ടും ശക്തി പ്രാപിക്കും, വീണ്ടും ശക്തി പ്രാപിക്കും എന്ന് കേട്ടപ്പോൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ചൂരിദാറിന്റെ ഷോളും തന്റെ ഓട്ടിസം ബാധിച്ച കുറവുള്ള കൊച്ചിന്റെ വായിൽ കൊടുക്കുവാനുള്ള വിഷം കലർത്തി വെച്ചിരിക്കുന്ന പാലും എല്ലാം അടുത്തിരിക്കുമ്പോഴും ഈ വ്യക്തി 10-32 മിനിറ്റ് ആ വചനം അവിടെ ഇരുന്ന് കേട്ടു. അത് കേട്ടിട്ട് ആദ്യം ചെയ്തത് ആ വിഷം കലർത്തി വച്ചിരിക്കുന്ന പാല് ടോയ്ലറ്റിൽ കൊണ്ടുപോയി ടോയ്ലറ്റിൽ ഒഴിച്ചിട്ട് ഫ്ലഷ് അടിച്ച് കളഞ്ഞു. എന്നിട്ട് അതിനുശേഷം കട്ടിലേ കയറി ചൂരിദാറിന്റെ ഷോള് അഴിച്ച് മടക്കി അത് അലമാരി തിരിച്ചു വെച്ചു. ആ വ്യക്തി പറഞ്ഞെന്തിനെന്നറിയാമോ? നിങ്ങൾ പ്രസംഗിച്ച
യേശയ്യ 40:31 വചനമാണ് മരണത്തിന്റെ നിഴലിൽ കിടന്ന എന്റെ ജീവിതത്തെ രക്ഷപ്പെടുത്തിയത് ദൈവത്തിന്റെ നിങ്ങൾ പ്രസംഗിച്ച വചനമാണെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ കേൾക്കുന്ന ഈ വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലാണേലും അവിടെ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ, ഉയർത്തിക്കൊണ്ടുവരുവാൻ, നിങ്ങളുടെ ജീവിതത്തെ വിടുവിക്കാൻ എനിക്ക് ശക്തിയില്ല, പക്ഷേ ദൈവവചനത്തിന് ശക്തിയുണ്ട്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. മരണത്തിന്റെ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ചിലരെങ്കിലും ഒക്കെ പൊട്ട മനസ്സുകൊണ്ട് ചിന്തിച്ചു കാണും, പോയി മരിച്ചാലോ, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ, എന്തൊരു ജീവിതമാണ് എൻ്റേത്, ഇത് എവിടം വരെ പോകും, ഇങ്ങനൊക്കെ ചിന്തിച്ചവരുണ്ടാവും എപ്പോഴേലും ഒക്കെ. പക്ഷെ ഇന്ന് കേൾക്കുന്ന ഈ വചനമുണ്ടല്ലോ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ എന്നുറക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? വീണ്ടും ശക്തി പ്രാപിക്കും. അടുത്ത വാക്യം എന്നാണെന്ന് വായിച്ചേ. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഒന്ന് പതുക്കെ ശ്രദ്ധിച്ചത് വായിച്ചേ, ഒച്ച കുറച്ചല്ല, സ്പീഡ് കുറച്ച്. അവർ കഴുകന്മാരെ പോലെ. ഏതുപോലെ? അയ്യോ, എത്രയോ നല്ല പക്ഷികൾ നമ്മുടെ പരിചയത്തിലുണ്ട്. നിങ്ങൾക്ക് തന്നെ എത്രയോ നല്ല പക്ഷികളെ കാണാൻ കൊള്ളുന്ന എത്രയോ നല്ല പക്ഷികളെ അറിയാം. എന്തിനീ വൃത്തികെട്ട പക്ഷിനെ ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു? കഴുകന്മാർ ചത്തതിനെയും ചീഞ്ഞതിനെയും തിന്നുന്ന പക്ഷിയാണ് കഴുകൻ. പ്രാവിന്റെ പേരെഴുതാൻ പാടില്ലായിരുന്നു. വേറെ എന്തെല്ലാം പക്ഷികൾ നമ്മുടെ പരിചയത്തിൽ ഓർത്തെടുക്കാൻ 10 പക്ഷികളുടെ പേര് നമുക്ക് പറയാൻ പറ്റും. പേരറിഞ്ഞില്ലെങ്കിൽ നമുക്ക് മനസ്സിൽ കാണാൻ പറ്റും. ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കഴുകനെയാണ്. എന്തിനാണ്? കഴുകന്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും ഉയരത്തിൽ പറക്കാൻ കഴിവുള്ള പക്ഷികളിൽ ഒന്നാണ് കഴുകൻ. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഫ്ലൈറ്റ് നിൽക്കുന്ന പോലെ, ഫ്ലൈറ്റ് ആകാശത്ത് കാണുന്ന പോലെ ഒരു ചെറിയ അനക്കം പോലും ഇല്ലാതെ ഈ കഴുകനും പരുന്തും ഒക്കെ ആകാശത്ത് അങ്ങനെ അങ്ങ് നിൽക്കുന്ന പോലെ തോന്നും. ശരിക്കും ഒരു ഫ്ലൈറ്റ്, വിമാനം ആകാശത്ത് നിൽക്കുന്ന പോലെ തന്നെ ഒറ്റ നോട്ടത്തിൽ തോന്നും. അതുപോലെ അത്രയും പൊക്കത്ത് നിൽക്കാൻ കഴിവുള്ള പക്ഷിയാണ് എന്ത്? കഴുകൻ. ചിറകടിച്ചുയരാൻ കഴിവുള്ള. അപ്പൊ ഈ ചിറകെന്ന് പറയുമ്പോൾ കേട്ടെ, എന്താ ചിറക്? ഇവിടെ പല വിളക്കുകൾ വെച്ചിട്ടുണ്ട്. വിളക്ക്, മെഴുകുതിരി. ഈ മെഴുകുതിരി കത്തിച്ചു വെക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ, ഒത്തിരി പ്രാണികൾ വന്നു വരും. ചിറകുള്ള ചില ഉറുമ്പിന്റെ മോഡലും ചെതലിന്റെ മോഡലും ഒക്കെ ഉള്ള പ്രാണികൾ വരും. എന്നിട്ട് ഈ വിളക്കിന്റെ അടുത്ത് വന്ന് ഈ തീയെ തൊട്ട് അതിന്റെ ചിറക് എന്തു ചെയ്യും? ചിറക് കരിഞ്ഞു പോകും. എന്നിട്ട് എവിടെ കിടക്കും? ഇതിന്റെ ചോട്ടിൽ തന്നെ കിടക്കും. എന്നിട്ടോ ചിറക് കരിഞ്ഞ ഈ പ്രാണികൾ ഈ വിളക്കിന് ചുറ്റും വട്ടം കറങ്ങും. പറക്കാൻ നോക്കും, പക്ഷെ പറന്നുയരില്ല. കാരണം എന്നാ? ചിറക് കരിഞ്ഞുപോയി. ഈ ഇടവകയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് ചോദിക്കട്ടെ, പറക്കാൻ ആർക്കും ആഗ്രഹമില്ലാത്ത, രക്ഷപ്പെടാൻ ആർക്കും ആഗ്രഹമില്ലാത്ത, പക്ഷെ പലർക്കും രക്ഷപ്പെടാൻ പറ്റുന്നില്ല. കാരണം അവരെ എപ്പോഴെങ്കിലും കണ്ട് സംസാരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അറിയാൻ പറ്റും, ഇവരുടെ ചിറക് കഴിഞ്ഞ വർഷം കരിഞ്ഞു പോയതാ. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഒരു ബിസിനസ്സിൽ പരാജയപ്പെട്ട് ചിറക് കരിഞ്ഞവരാ. ഉയരാൻ പറ്റാത്ത ഒരുപാട് പേരുടെ ചിറക് കരിഞ്ഞു നിലത്ത് കിടക്കുക പ്രാണിയെ പോലെ. ഇന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്, പലരും വട്ടം കറങ്ങുകയാണ്. പലർക്കും രക്ഷപ്പെടാൻ പറ്റുന്നില്ല. എന്നാൽ എല്ലാവരും കേട്ടെ, ഒരു പ്രാണിയുടെ ചിറക് കരിഞ്ഞു പോയാൽ അതിനെ പല്ലിയോ മറ്റു ചെറിയ ജീവികളോ വന്ന് അതിനെ തിന്നും, വിഴുങ്ങും. നിലത്ത് വീഴുന്ന മാത്രയിൽ ശത്രുക്കൾ നോക്കിയിരിക്കുക, വീഴുന്നത് നോക്കി അന്നേരെ പിടിച്ചു വിഴുങ്ങും. അതിന്റെ ജീവിതം ആ വിളക്കിന്റെ ചുവട്ടിൽ തീരും. എന്നാൽ എല്ലാവരും കേട്ടെ, ദൈവഭക്തനായ പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യന്റെ ചിറക് കരിഞ്ഞാലും അവൻ വീണ്ടും ശക്തി പ്രാപിച്ച് ഉയരങ്ങളിലേക്ക് പോകാൻ ദൈവം അവന് ചിറക് കൊടുക്കും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? എത്രയോ പേര്, നിങ്ങളുടെ പരിചയത്തിൽ തന്നെ എത്രയോ പേര് ചിറക് കരിഞ്ഞവരായിരുന്നു.
നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ ഇവരൊന്നും ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന്. എന്നിട്ടോ അവർ കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായി കയറി വന്നില്ലേ? നല്ല വീട് വച്ചില്ലേ? നല്ല ജീവിതം തയ്ക്കുന്നില്ലേ? നല്ല കാറ് മേടിച്ചില്ലേ? അവരെന്താ അങ്ങനെ വളരാൻ കാരണം? പ്രതിസന്ധിയുടെ സമയത്ത്, വെല്ലുവിളിയുടെ സമയത്ത്, ചിറക് കരിഞ്ഞു പോയ സമയത്ത് അവർ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചു. അതാണ് അവർ രക്ഷപ്പെടാൻ കാരണം. കരങ്ങൾ ഉയർത്തി ഉറക്കെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നിങ്ങൾക്ക് ഇതൊക്കെ പ്രസംഗം ഒച്ച കൂട്ടി പറഞ്ഞോണ്ടോ ഒച്ച താഴ്ത്തി പറഞ്ഞോണ്ടോ ഒന്നും കേൾക്കേണ്ട വിഷയമല്ല. ജീവിതത്തെ ഇങ്ങനെ ഒരുപാട് പേരെ കാണുമ്പോൾ അറിയാം, പലരും ചിറക് കരിഞ്ഞു പോയവരാ. ചിറക് കരിഞ്ഞുപോയി. പക്ഷേ ദൈവത്തിലാണോ കുഞ്ഞെ ആശ്രയിച്ചിരിക്കുന്നത്? ദൈവം തരും നിനക്ക് പറക്കാനുള്ള മറ്റൊരു ചിറക്. അതാ പറഞ്ഞ, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. ഉയരും എന്നൊരു വാക്കുണ്ടോ അതിനകത്ത്? അത് ഗൗരവമുള്ള വാക്കാ. ഉയരും എന്ന് പറഞ്ഞ് ഏതാ വാക്ക്? ഉയരും. അത് നിങ്ങളുടെ ജീവിതത്തെ നോക്കിയിട്ട് ദൈവം പറയുന്ന വാക്കാണ്. ഈ ദൈവവചനം കേട്ടോണ്ടിരിക്കുന്ന, ഈ കസേരയെ കൂടി ഇരിക്കുന്ന ഓരോരുത്തരുടെയും മുഖത്ത് നോക്കി ദൈവം പറയുന്ന വാക്കാ ഉയരും. കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും, സാഹചര്യങ്ങൾ മാറും, ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകും, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും, ഉയരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്ക് എന്താണ്? അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി എനിക്കൊരു കാര്യം നിങ്ങളോട് ശ്രദ്ധയിൽ കൊണ്ടുവരാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഉയരും, കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും ഈ ഗാനങ്ങളും ഈ ആരാധനയൊക്കെ ഒരു ചിറകാണ്. ഈ ചിറകിലാണ് നമ്മൾ ഉയരുന്നത്. നമ്മൾ ഉയരുന്ന നാളെ ആരെങ്കിലും ഒക്കെ ഉയർന്നു എന്ന് കേട്ട് അസൂയപ്പെട്ടോണ്ടിരുന്നിട്ട് കാര്യമില്ല. അവരൊക്കെ ഒരു കാലത്ത് പ്രാർത്ഥിച്ചും കണ്ണുനീരൊഴുക്കിയും ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയും ഒക്കെ പ്രാർത്ഥനയുടെ ചിറകിലും ദൈവാശ്രയത്വത്തിന്റെ ചിറകിലുമാണ് പറന്ന് ഉയർന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു ഉദാഹരണം പറയുകയാണ്, ഒരു അനുഭവം പറയുകയാണ്. അത് പറഞ്ഞത് ഒരു വൈദികനാണ്. അച്ഛന്റെ അനുഭവം പങ്കുവയ്ക്കുകയാണ്. ആ അച്ഛന് 10-72 വയസ്സ് അപ്പുറം പ്രായമുണ്ട്. അച്ഛന്റെ ഒരു സഹോദരിയുടെ അനുഭവം എന്നോട് പറയുകയാണ്. അച്ഛൻ, എന്റെ സഹോദരി, അവർ 9 മക്കളാണ്. ആ 9 മക്കളിൽ ഒരാൾ മാത്രം കണ്ണീർ കയത്തിലാണ് ആയിരുന്നു. കാരണം ആ അച്ഛന്റെ ഒരു പെങ്ങളെ വിവാഹം കഴിച്ച് അയച്ചത് ഭയങ്കര മദ്യപാനിയായ ഒരാളായിരുന്നു പോലും. അപ്പോൾ അച്ഛന്റെ വീട്ടുകാർ പാരമ്പര്യമായ സമ്പത്തുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അച്ഛന്റെ വീതം 3-4 ഏക്കർ വീട്ടിലുണ്ട്. അപ്പോൾ അച്ഛൻ തന്റെ സഹോദരിയോട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, നീ അവന്റെ കൂടെ ജീവിക്കണ്ട, നീ ഇങ്ങനെ അടിയും ഇടിയും തൊഴിയും കൊണ്ട് ജീവിക്കും, നീ നിന്റെ മക്കളും ജീവിക്കുന്നത് കാണുമ്പം എനിക്ക് ഭയങ്കര വേദനയാണ്. അതുകൊണ്ട് എനിക്ക് സമ്പത്തൊന്നും വേണ്ട, എൻ്റെ ആ വീതം നീ എടുത്തു, എന്നിട്ട് നീ അവിടെ വീട് വെച്ച് വേണേ അതിന് 1/2 ഏക്കറോ 1 ഏക്കറോ വിറ്റൊരു വീടും പണിയേ, നീ അവനെ ഉപേക്ഷിക്ക്, വിവാഹമോചനം നേട് എന്ന് അച്ഛൻ ആ സഹോദരിയോട് പറഞ്ഞു. അപ്പോൾ സഹോദരി പറഞ്ഞു, എന്തായാലും ദൈവം എനിക്ക് തന്ന ഒരു മനുഷ്യനല്ലേ, ഞാനായിട്ടൊരു വിവാഹമോചനത്തിനും പോകുന്നില്ല, സാരയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വ്യക്തിയുടെ സ്വഭാവവും രീതിയും കണ്ടിട്ട് അയൽവാസികൾ പോലും പറഞ്ഞു, കുട്ടികൾ വളരെ ശ്രദ്ധിക്കുക, കുട്ടികൾ ശ്രദ്ധിച്ച് ഇവിടെ കളിയും ചിരിയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് മാതാപിതാക്കളുടെ അടുത്ത് പോയിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക. ശ്രദ്ധിച്ച് ഇവിടെ അധ്യാപകരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നിയന്ത്രിക്കുക. അപ്പോൾ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു കാര്യമായത് പറയുന്നത്. അതുകൊണ്ടാണ് ഇവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട കാര്യമാണ് പങ്കെടുക്കുക. ഇവിടെ കളിചിരി വിഷയമല്ലല്ലോ ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളും ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. അതുകൊണ്ടാണ് ഈ സമയം ഇങ്ങനെ പ്രയോജനപ്പെടുത്തുന്നത്. അപ്പോൾ ഈ അച്ഛന്റെ
പെങ്ങള് പറഞ്ഞു, എന്തായാലും എനിക്ക് ദൈവം തന്നൊരു ജീവിതമല്ലേ, ദൈവം തന്ന ജീവിതത്തിൽ ഈ മനുഷ്യനെ ഞാൻ ഉപേക്ഷിക്കത്തില്ല എന്ന് തീരുമാനിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. അപ്പൊ അവർക്ക് 3 ആമ്പിള്ളേരാ ഉള്ളത്. ഈ മദ്യപാനിയായ ഈ വ്യക്തി, ഇദ്ദേഹത്തിന്റെ ഭാര്യ, ഈ അച്ഛന്റെ പെങ്ങള്, 3 മക്കളാ ഉള്ളത്, 3 ആൺമക്കൾ. അപ്പോൾ ഈ വ്യക്തി മദ്യപിച്ചു വരുമ്പോൾ ഈ അമ്മയും മക്കളും രാത്രിക്ക് ഒളിച്ചിരിക്കുന്നത് പറമ്പിലെ ടോയ്ലറ്റിലാണ്. വീടുമായി ബാത്റൂം അറ്റാച്ച്ഡ് റൂമൊന്നും ഇല്ല. പുറത്തൊരു ടോയ്ലറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു കക്കൂസുണ്ട്. അതിനകത്ത് കയറി ഒളിച്ചിരിക്കും ഈ അമ്മയും മക്കളും. അദ്ദേഹം ഉപദ്രവിക്കും, ചിലപ്പോൾ അടിക്ക് പിടിക്കും. അപ്പം നേരം വെളുപ്പിക്കുന്നത് പോലും ബാത്റൂമിലിരുന്നാണ്. അപ്പൊ അവര് പറയാണ്, ബാത്റൂമിന്റെ ഒരു സൈഡിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, ഒരു പാ വിരിച്ച് 3 മക്കളെയും ഈ അമ്മ കിടത്തും. അപ്പൊ അയൽവാസികളൊക്കെ പറഞ്ഞു, ഈ മക്കൾ ഇങ്ങനെ വളരുകയല്ലേ, അവരും അപ്പനെ പോലെ കള്ളുകൂടിയനായി പോകും. കുറച്ച് കഴിയുമ്പോൾ ഈ പിള്ളേരെ മനസ്സ് വേദനിച്ച് വളർന്ന് വലുതാകുമ്പോൾ അപ്പനെ അടിക്കാനും കൊല്ലാനും വരെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നീ ഈ മനുഷ്യനെ ഉപേക്ഷിച്ച് പോ എന്ന് പലപ്പോഴും പലരും പള്ളിയിൽ പോകുന്നവരും തൊട്ടടുത്തുള്ളവരും ഉപദേശിച്ചിട്ടുണ്ട്. നീ എന്തിനാടി ഇവന്റെ കൂടെ ജീവിക്കുന്നത്? നിന്റെ മക്കളെങ്കിലും രക്ഷപ്പെട്ടു പോട്ടെ, നിനക്കൊന്നും അല്ലെങ്കിൽ ഇത്ര സഹോദരന്മാരൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ഒരു അവസരം ഉണ്ടല്ലോ, നീ പൊക്കോ, ഇവന്റെ കൂടെ ജീവിക്കണ്ട എന്ന എല്ലാവരും ഉപദേശിച്ചേ. പക്ഷേ രാത്രികളിൽ കക്കൂസിനകത്ത്, ടോയ്ലറ്റിനകത്ത് പായിട്ട് ഭർത്താവിനെ, അപ്പനെ പേടിച്ച് ഇതിനകത്ത് ഒളിച്ചിരിക്കുമ്പം പിള്ളേര് പതുക്കെ ആ ബാത്റൂമിൽ കിടന്ന് ഉറങ്ങാൻ തുടങ്ങുമ്പോൾ ഈ അമ്മ അവിടെ നിന്ന്, ഈ ടോയ്ലറ്റിൽ നിന്ന് ഉറങ്ങാതെ ഈ 3 മക്കൾക്ക് വേണ്ടിയും കരങ്ങൾ ഉയർത്തി അവിടെ നിന്ന് പ്രാർത്ഥിക്കും. ഒച്ചയല്ല, ഇങ്ങനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കും, ദൈവം എൻ്റെ ഭർത്താവിനെ പോലെ മദ്യപാനികളാക്കരുതേ, എൻ്റെ 3 മക്കളെയും അവരെ മിടുക്കരാക്കണമേ, അനുഗ്രഹമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഈ മക്കൾ 3 പേരും പഠിക്കാൻ മിടുക്കരായിരുന്നത് കൊണ്ട് അവരുടെ രൂപതയിൽ നിന്ന് സ്കോളർഷിപ്പ് കിട്ടി. മൂത്തയാള് പഠിച്ച് ഡോക്ടറായി. ഒരിക്കലും രക്ഷപ്പെടുകയില്ല, ഇനിയൊരു നല്ല വീട് വെക്കില്ല, ഇനി നല്ലൊരു ഭാവി ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ ഈ വ്യക്തിയുടെ അയൽവാസികളുടെ എല്ലാം മുമ്പിൽ ഈ മൂത്ത മകൻ രൂപതയുടെ സ്കോളർഷിപ്പ് കിട്ടി, മെഡിസിന് പഠിച്ച് ഡോക്ടറായി. 2ാമത്തെ മകൻ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് IT മേഖലയിൽ പഠിച്ച് ബാംഗ്ലൂർ നഗരത്തിൽ 1 ലക്ഷത്തിലധികം സാലറി മേടിക്കുന്ന ഒരാളായി മാറി. 3ാമത്തെ ആള് സ്വിറ്റ്സർലൻഡിൽ ജോലി മേടിച്ച് പഠനത്തിനായി പോയി. 3 മക്കളും രക്ഷപ്പെട്ടു. 3 മക്കളും, എല്ലാവരും ഇത് കേൾക്കണം. അപ്പോൾ ഇന്ന് 3 മക്കളും രക്ഷപ്പെട്ടു. പിള്ളേരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ പറഞ്ഞാൽ നിങ്ങൾ അറിയുന്ന ഒരു സ്ഥലത്ത് ഒരു വലിയ വീട് മക്കൾ 3 പേരും കൂടെ ഉണ്ടാക്കി വലിയ വീട്, ഒരു നല്ല വലിയ വീട്, എല്ലാവർക്കും വരുമ്പോൾ താമസിക്കാൻ കൊള്ളുന്ന, അപ്പനും അമ്മയ്ക്കും താമസിക്കാൻ നല്ലൊരു വീടുണ്ടാക്കിയപ്പോൾ ഇന്ന് അവരുടെ കുടുംബത്തിൽ ആർക്കും ഇത്രയും നല്ല വീടില്ല. ഇപ്പോൾ എല്ലാവരും വന്ന് ചോദിക്കുക, ആന്റി എങ്ങനെയാ ഇത്രയും നല്ല വീടുണ്ടായത്? ആന്റിയുടെ മക്കൾ എങ്ങനെയാ ഡോക്ടറായത്? ആന്റിയുടെ മക്കൾ എങ്ങനെയാ IT മേഖലയിൽ ഇത്രയും നല്ല ജോലി കിട്ടിയത്? എൻ്റെ കൊച്ചുങ്ങളെ ഒരെണ്ണത്തിന് ഡോക്ടറാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, എൻ്റെ കൊച്ചിനെ ഒരെണ്ണത്തിന് സ്വിറ്റ്സർലൻഡിൽ വിടാൻ കഴിഞ്ഞില്ല. ആന്റിയുടെ പിള്ളേരെല്ലാം രക്ഷപ്പെട്ടല്ലോ, ആന്റി ഭാഗ്യവതിയാ. മക്കൾ ഉയരുന്നു, വീട് വെച്ചത് മാത്രം കണ്ടാ പോരാ. വർഷങ്ങൾക്ക് മുമ്പ് പറമ്പിൽ നിന്നുകൊണ്ടും ബാത്റൂമിൽ നിന്നും മക്കൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചതും നിലവിളിച്ചതുമാണ് ഇന്ന് അനുഗ്രഹത്തിന്റെ അടയാളങ്ങളായി മാറിയത്. ഈ ദേശത്ത് ജീവിക്കുന്ന മാതാപിതാക്കളോട് ഞാൻ പറയാം, നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഏറ്റെടുത്താലും ഏറ്റെടുത്തില്ലെങ്കിലും നാളെ ഒരു സമയത്ത് നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു നിലയിൽ തല ഉയർത്തി നിൽക്കാൻ കാരണമാകണമെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തണം. നിങ്ങൾ നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവത്തെ ആരാധിക്കണം. നിങ്ങൾ പ്രാർത്ഥന ഒഴിവാക്കരുത്. ദൈവ സാന്നിധ്യമുള്ള ഇടങ്ങളിൽ മുൻപിൽ നിന്ന് ദൈവത്തെ വിളിച്ച് ആരാധിക്കുന്ന കുടുംബങ്ങളിൽ ദൈവാനുഗ്രഹം വെളിപ്പെടും. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ വചന സത്യമാണ്, ഈ വചന സത്യമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ശക്തി പ്രാപിക്കും, വീണ്ടും ശക്തി പ്രാപിക്കും.
സങ്കടപ്പെട്ടിരിക്കുന്നവരുണ്ടോ? വീടില്ലാത്തതുകൊണ്ട് വിഷമമുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? നല്ലൊരു വാഹനം ഇല്ല, വിഷമമുണ്ട്. വീട് മുഴുവൻ കടത്തില്ല, സാരയില്ല. പ്രാർത്ഥിക്കാൻ അറിയാമോ? അറിയാവുന്ന പോലൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചേ, അറിയാവുന്ന പോലൊന്ന് സ്തുതിച്ചേ, അറിയാവുന്ന പോലൊന്ന് വിശ്വസിച്ചേ. അതു മതി അത്ഭുതങ്ങൾ സംഭവിക്കാൻ, അതു മതി വലിയ വിടുതലുകൾ സംഭവിക്കാൻ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും വലിയ നല്ല സഹകരണമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പ്രസംഗിക്കുന്ന കാര്യങ്ങളെല്ലാം പുസ്തകം വായിച്ചിട്ട് വന്ന് പ്രസംഗിച്ചതല്ല. ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാൻ നമ്മെ പ്രചോദിപ്പിച്ചത് നമ്മൾ തന്നെ കടന്നുപോയ കുറേ അനുഭവങ്ങളാണ് ഇങ്ങനെയൊക്കെ പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഒത്തിരി അനുഭവങ്ങളിലൂടെ കടന്നുപോയവരുണ്ട്, പല അനുഭവങ്ങളിലൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല അനുഭവങ്ങൾ. ഇനി നിങ്ങളോട് വളരെ, ഞാനിതൊരു പ്രഭാഷണം പോലെ അല്ല കേട്ടോ, ഒരു പ്രസംഗമായിട്ട് മാത്രമല്ല, ഒരു മനസ്സ് തുറന്നുള്ളൊരു സംസാരം കൂടിയായിട്ട് കേട്ടുകൊള്ളുക. പ്രാർത്ഥനയുള്ള വ്യക്തി ഇന്നല്ലെങ്കിൽ നാളെ ആ വ്യക്തിയുടെ ജീവിതം ഒരുപാട് മാറ്റത്തിന് കാരണമാവും. ആമേൻ. ഒത്തിരി മാറും. ആരെങ്കിലുമൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരുടെയൊക്കെയോ പ്രാർത്ഥനയുണ്ട്. ആരൊക്കെയോ പ്രാർത്ഥിച്ചിട്ടാണ് അങ്ങനെ ഒരു നിലയിൽ ആ വ്യക്തി എത്തിയത്. നമുക്ക് മാത്രമല്ല പ്രാർത്ഥനയുള്ളത്. എല്ലാ മതത്തിൽപ്പെട്ടവർക്കും അവരവരുടേതായ പ്രാർത്ഥനയുണ്ട്. ഒരു സ്ഥലത്ത് ഒരു ഹോട്ടലിൽ ഭക്ഷണത്തിനായിട്ട് ചെല്ലുകയാണ്. അവിടെ ഭക്ഷണം കഴിക്കാൻ, ഇവിടെ അടുത്തുള്ള സ്ഥലമൊന്നുമല്ല, കേരളത്തിൽ തന്നെയാണ്. അവിടെ ഭക്ഷണത്തിന് അവിടെ ആളുകളെ ഹോട്ടലിലേക്ക് കയറ്റാതിരിക്കാൻ, കയറിപ്പോകാതിരിക്കാൻ 2 സെക്യൂരിറ്റി നിൽക്കുകയാണ്. കാരണം അങ്ങോട്ട് ആളുകൾ മുഴുവൻ ഈ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭയങ്കര തിരക്ക്. ആളുകൾ വെയിറ്റ് ചെയ്യുകയാണ്. അതും ഉച്ച കഴിഞ്ഞ് 2:30-ക്ക് ശേഷമാണെന്ന് ഓർക്കണം. 2:30 3 മണിക്ക് ശേഷമാണ് ഭക്ഷണം കഴിക്കുക. ഇത്രയും തിരക്ക്. അപ്പോൾ കുറെ പേരെ വെയിറ്റിംഗ് റൂമിൽ ഇരുത്തിയിരിക്കുന്നു, അവരുടെ ഹോട്ടലിലെ ഗസ്റ്റ് റൂമിൽ ഇരുത്തിയിരിക്കുന്നു. നമ്മളാണെങ്കിൽ ഒരാളെങ്കിലും നമ്മുടെ ഷോപ്പിലേക്ക്, ഹോട്ടലിലേക്ക് വരട്ടെ എന്ന് ആഗ്രഹിക്കും. അപ്പം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് കയറി. അപ്പോൾ ഞങ്ങളോട് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ആൾ എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ നമ്മളോട് ഒന്ന് പറയും, അവിടെ ആ ഒരു 4 പേര് എഴുന്നേക്കുന്നുണ്ട്, നിങ്ങൾ എത്ര പേരാ? 4 പേര്, അവിടെ ഇരുന്നോ കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ അടുത്ത 4 പേരെ ഇവിടെ ഇരുത്തും. ഇങ്ങനെ കുറേ പേര് വെയിറ്റിങ്ങിലാണ്. അപ്പം ഞങ്ങൾ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുമ്പം ഒരു ഗ്ലാസ് ഇട്ടൊരു മുറി അകത്ത്, അപ്പം നമുക്ക് എവിടെ ഇരിക്കുമ്പം ആ റൂമിനകത്ത് കാണാം. അവിടെ മുഴുവൻ ഒരു നിശ്ചിത ദൂരത്തിൽ 2 സ്റ്റെപ്പിൽ മുഴുവൻ രൂപങ്ങളും പ്രാർത്ഥനകളുമാണ്. താഴെ എണ്ണയുടെ ഒരു വിളക്ക് കത്തിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങളോട് ഇവിടെ ഇരിക്കുക, അവിടെ 4 പേരുണ്ട്, അവിടെ എഴുന്നേറ്റ് അവിടെ ഇരുന്നോ എന്നൊക്കെ പറയുന്ന ആളോട് ഞങ്ങൾ ചോദിച്ചു, ഇതെന്താ? അപ്പൊ അവരിങ്ങനെ കുനിഞ്ഞ് ഇരിക്കുന്ന ഞങ്ങളോട് പറയുക, അത് ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയാണ്. അതാണ് ഈ ഹോട്ടലിന്റെ വിജയ രഹസ്യം. 1970-ഓ 80-ഓ എത്രയോ വർഷം പഴക്കമുള്ള ഹോട്ടലാണ്. അപ്പുറത്തെ റൂമിൽ, ഹോട്ടലിൽ ഒരു സൈഡിൽ, അതും ഒരു 10 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന അത്ര റൂം പ്രെയർ റൂമാണ്. പ്രാർത്ഥിച്ച് പ്രാർത്ഥനയുടെ വിശ്വാസം നമ്മുടെ കുറെ പേരുടെ മനസ്സിൽ നിന്നാണ് കുറെ പോയത്. പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. എന്തു പ്രാർത്ഥന! എന്നാൽ നിങ്ങൾ ഓർത്തോ, ജീവിതത്തിൽ ഉയർന്നവരുടെയും വിജയിച്ചവരുടെയും പിറകിൽ എന്തുണ്ട്? ശക്തമായ പ്രാർത്ഥനയുണ്ട്. ആമേൻ. ആരെങ്കിലും അയാൾ രക്ഷപ്പെട്ടു, അയാൾ വലിയ വീട് വെച്ചു, ഭയങ്കര സംഭവമാ, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ചുമ്മാ അസൂയപ്പെടും. അവർ രക്ഷപ്പെട്ടു, ഞങ്ങൾ രക്ഷപ്പെട്ടില്ല. അവരൊക്കെ അങ്ങ് രക്ഷപ്പെടാൻ കാരണം ഒന്നുമില്ലാത്ത കാലത്ത് ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചതൊക്കെയാ ഇന്ന് അനുഗ്രഹമായി തീരാൻ കാരണം. പ്രാർത്ഥനയ്ക്ക് വലിയൊരു ബലമുണ്ട്. നമ്മളിപ്പോൾ ഒന്നിച്ചു കൂടിയത് 4 ദിവസം പ്രത്യേകമായ രീതിയിൽ ഒന്നിച്ചു കൂടുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? പ്രാർത്ഥിക്കാനാണ്. ഹല്ലേലൂയ.
പ്രാർത്ഥനയ്ക്ക് അത്രയും ശക്തിയുണ്ട്. വലിയ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ, നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾക്കൊരു സീരിയസ് ആയ ഒരു രോഗമാണ്, ഹോസ്പിറ്റൽ ഓപ്പറേഷനായിട്ട് കയറ്റുക, അവരെന്നാ വന്ന് നമ്മളോട് പറയുന്നത്? നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളല്ലേ ഡോക്ടർമാരായി പഠിച്ച് ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെക്കുറിച്ചും നിങ്ങൾക്കല്ലേ അറിവുള്ളത്, നിങ്ങളങ്ങ് ആ ട്രീറ്റ്മെന്റ് നടത്തട്ടെ. എന്നാലും വീട്ടുകാരോട് പറയും, ഞങ്ങൾക്ക് ചെയ്യാൻ പരിധികളുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക കേട്ടോ, നിങ്ങൾ പ്രാർത്ഥിക്കുക. ആരാ പറയണേ? മെഡിക്കൽ കോളേജിലെ പ്രൊഫസർമാരായ ഡോക്ടർമാർ വരെ കുടുംബക്കാരോട് പറയും, പ്രാർത്ഥിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥനയ്ക്ക് നമ്മൾ വിചാരിക്കുന്നേക്കാൾ അത്ഭുത ശക്തിയുള്ള ഒന്നാണ്. ഞാൻ ബൈബിളിലെ ഒരു വാക്യം എടുക്കുകയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതലുള്ള വാക്യങ്ങൾ. ഇത് ശ്രദ്ധിച്ചു കേൾക്കുകയാണ്. ഇതൊരു പഠനം പോലെ പഠിപ്പിച്ചു തരാൻ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. എൻ്റെതായ ഒരു കുറവ് കൊണ്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലാകാതെ പോകാതിരിക്കട്ടെ, എല്ലാ വശവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46-ാമത്തെ വാക്യത്തിന് ഹെഡിങ് എന്നാ നോക്കിക്കേ. ബർത്തലോമേസിന് കാഴ്ച നൽകുന്നു. അയാൾ അന്നത്തെ ഏറ്റവും വലിയ പണക്കാരനാണോ അതോ ഏറ്റവും ദാരിദ്ര്യം പിടിച്ചൊരു ഭിക്ഷക്കാരനാണോ? ആരാണിദ്ദേഹം? ആരാണിദ്ദേഹം? അന്നത്തെ ഏറ്റവും വലിയ പണമുള്ളവനാണോ ഏറ്റവും ദാരിദ്ര്യമുള്ള ആളാണോ? ആരാ ഉറക്കെ പറഞ്ഞേ? ബർത്തേമ്യൂസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഭിക്ഷക്കാരനാണ്. ഭിക്ഷക്കാരന്റെ പേര് ഇത്രയും നല്ല വേദപുസ്തകത്തിനകത്ത് എഴുതി വയ്ക്കുമോ? നിങ്ങൾ കുടുംബ ചരിത്രം എഴുതുകയാണെങ്കിൽ, നിങ്ങളൊരു പുസ്തകം എഴുതുകയാണെങ്കിൽ ഈ കൊല്ലത്തോടെ നടക്കുന്ന ഭിക്ഷക്കാരുടെ പേര് അതിനകത്ത് എഴുതി വയ്ക്കുമോ? ഇല്ല. പിന്നെന്തിനാണ് ഈ ബൈബിളിനകത്ത് അയാളുടെ പേരെഴുതി വച്ചിരിക്കുന്നത്? 2000 വർഷം കഴിഞ്ഞിട്ടും അന്നത്തെ വലിയ വലിയ ആൾക്കാരെ നമുക്കറിയത്തില്ല, പക്ഷെ അന്നത്തെ ഒരു ഭിക്ഷക്കാരനെ ഈ ദേശത്തുള്ളവർക്ക് വരെ അറിയാം. ആളുടെ പേരും അറിയാം. എന്താ പേര്? ബർത്തേമിയൂസ്. ഇദ്ദേഹം ഇത്രയും ഇന്നും ഓർക്കാൻ പാകത്തിന് ഈ മനുഷ്യൻ ഇന്നും ഇങ്ങനെ ഉയർന്നു നിൽക്കാൻ കാരണമുണ്ട്. എന്താ കാരണം? 46-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേട്ട് എല്ലാവരും നല്ല മനസ്സോടും നല്ല ഒരു ഏകാഗ്രതയോടും കൂടി വചനം കേൾക്കണം. 46-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു കേൾക്കുന്നു. അവർ ജെറീക്കയിലെത്തി. അവർ ജെറീക്കോയിൽ എന്ന ഒരു സ്ഥലത്ത് എത്തി. അവൻ ശിഷ്യരോടും വലിയ ഒരു ജനാവലിയോടും കൂടെ ജെറീക്ക വിട്ട് പോകുമ്പോൾ തിമിയൂസിന്റെ പുത്രനായ ബർത്തേമിയൂസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. ഇതൊന്നെല്ലാവരും ഒന്ന് ഒരു സ്ക്രീനിൽ ഒന്ന് കണ്ടേ. യേശു ജെറീക്കോയിൽ എത്തിയപ്പം ശിഷ്യന്മാരും ഉണ്ട്. പിന്നെന്താ ഉള്ളേ? വലിയ ഒരു ജനാവലി എന്ന് പറഞ്ഞ് ഇപ്പൊ പള്ളിയിരിക്കുന്ന ആൾക്കാരും പുറത്തുള്ളവരും എല്ലാം കൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതൊന്നും പെട്ടെന്ന് ഇതിലെ വരുന്ന ഒരാൾ പറയൂ ആ പള്ളിക്കകത്ത് നിന്ന് വലിയൊരു ജനാവലി വരുന്ന കണ്ടു എന്ന് പറയത്തില്ല. ആ പള്ളിയിൽ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കുറച്ചു പേര് ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടല്ലോ, ഒരു കുറച്ചു പേരേ ഉള്ളൂ. ഇതൊരു വലിയ ജനാവലി അല്ല. പക്ഷെ ഇവിടെ പെരുന്നാൾ വരുമ്പോ 10,000 പേര് 7,000 പേര് ഇവിടെ കൂടുമ്പോൾ ഇതിലെ പരിചയമില്ലാത്ത ഒരാള് ചോദിക്കും, എന്താ ഈ പള്ളിയിൽ പ്രോഗ്രാം? ഭയങ്കര ജനമാണല്ലോ. ആ വാക്ക് എപ്പോഴാ ഉപയോഗിക്കുന്നത്? ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ പറയുന്ന വാക്കാണ് എന്ത്? വലിയ ഒരു ജനാവലി. അപ്പോൾ എത്ര പേരവിടെ ഉണ്ട്? ആയിരക്കണക്കിന് ആളുകൾ ഒപ്പം, യേശുവിന്റെ ഒപ്പമുള്ള ഒരു സാഹചര്യമാണ് ഇത്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയുള്ള സാഹചര്യമാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇല്ലാത്തൊരുത്തൻ വഴിയരികിൽ ഇരിപ്പുണ്ട്. അതാ എഴുതിയിരിക്കുന്നത്, വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. യേശുവിന്റെ ഒപ്പമുള്ളവരൊക്കെ വലിയ വലിയ ആൾക്കാർ ഒപ്പമുണ്ട്. പക്ഷെ ഈ പുള്ളി ഇരിക്കുന്ന എവിടെയാ? വഴിയരികിൽ, വഴിയുടെ സൈഡിൽ ഇരിക്കുക. ഭിക്ഷ തണ്ടാൻ ഇരിക്കുന്ന ഒരാളാണ്. 47-ാമത്തെ വാക്യം. നസ്രായനായ യേശു. ഒന്ന് ഉറക്കെ വായിച്ചേ. നസ്രായനായ യേശുവാണ് വാണ് പോകുന്നത് അറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. എല്ലാവരും ശ്രദ്ധിച്ച്, ഇന്നുവരെ ഈ പുള്ളി പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല.
ഇന്ന് വരെ പുള്ളി എതിരെ പോകുന്ന ആൾക്കാരോടും എനിക്ക് വല്ലതും തരണേ, കുറച്ച് പൈസ തരണേന്ന് മാത്രം ചോദിച്ച് ശീലിച്ച മനുഷ്യൻ അവർ കേട്ടില്ല. നിങ്ങളൊരു പുസ്തകന്റെ ആളാണോ? ആരവർക്കെ പറഞ്ഞേ? ആരാണിദ്ദേഹം? അന്നത്തെ ഏറ്റവും വലിയ പണത്തെ ഏറ്റവും മർദ്ദിക്കുന്നു. 4 ശക്തിയുള്ള ഒന്നാണ്. ഞാൻ ബൈബിളിലെ ഒരു വാക്യം എടുക്കുകയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതലുള്ള വാക്യങ്ങൾ. ഇത് ശ്രദ്ധിച്ചു കേൾക്കുകയാണ്. ഇതൊരു പഠനം പോലെ പഠിപ്പിച്ചു തരാൻ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. എൻ്റെതായ ഒരു കുറവ് കൊണ്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലാകാതെ പോകാതിരിക്കട്ടെ. എല്ലാ വശവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46-ാമത്തെ വാക്യത്തിന് ഹെഡിങ് എന്നാ നോക്കിക്കേ. ബർത്തലോമേസിന് കാഴ്ച നൽകുന്നു. അയാൾ അന്നത്തെ ഏറ്റവും വലിയ പണക്കാരനാണോ അതോ ഏറ്റവും ദാരിദ്ര്യം പിടിച്ചൊരു ഭിക്ഷക്കാരനാണോ? ആരാണിദ്ദേഹം? അന്നത്തെ ഏറ്റവും വലിയ പണമുള്ളവനാണോ ഏറ്റവും ദാരിദ്ര്യമുള്ള ആളാണോ? ആരവർക്കെ പറഞ്ഞേ? ബർത്തേമ്യൂസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഭിക്ഷക്കാരനാണ്. ഭിക്ഷക്കാരന്റെ പേര് ഇത്രയും നല്ല വേദപുസ്തകത്തിനകത്ത് എഴുതി വയ്ക്കുമോ? നിങ്ങൾ കുടുംബ ചരിത്രം എഴുതുകയാണെങ്കിൽ, നിങ്ങളൊരു പുസ്തകം എഴുതുകയാണെങ്കിൽ ഈ കൊല്ലത്തോടെ നടക്കുന്ന ഭിക്ഷക്കാരുടെ പേര് അതിനകത്ത് എഴുതി വയ്ക്കുമോ? ഇല്ല. പിന്നെന്തിനാണ് ഈ ബൈബിളിനകത്ത് അയാളുടെ പേരെഴുതി വച്ചിരിക്കുന്നത്? 2000 വർഷം കഴിഞ്ഞിട്ടും അന്നത്തെ വലിയ വലിയ ആൾക്കാരെ നമുക്കറിയത്തില്ല. പക്ഷെ അന്നത്തെ ഒരു ഭിക്ഷക്കാരനെ ഈ ദേശത്തുള്ളവർക്ക് വരെ അറിയാം. ആളുടെ പേരും അറിയാം. എന്താ പേര്? ബർത്തേമിയൂസ്. ഇദ്ദേഹം ഇത്രയും ഇന്നും ഓർക്കാൻ പാകത്തിന് ഈ മനുഷ്യൻ ഇന്നും ഇങ്ങനെ ഉയർന്നു നിൽക്കാൻ കാരണമുണ്ട്. എന്താ കാരണം? 46-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേട്ട് എല്ലാവരും നല്ല മനസ്സോടും നല്ല ഒരു ഏകാഗ്രതയോടും കൂടി വചനം കേൾക്കണം. 46-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു കേൾക്കുന്നു. അവർ ജെറീക്കയിലെത്തി. അവർ ജെറീക്കോയിൽ എന്ന ഒരു സ്ഥലത്ത് എത്തി. അവൻ ശിഷ്യരോടും വലിയ ഒരു ജനാവലിയോടും കൂടെ ജെറീക്ക വിട്ട് പോകുമ്പോൾ തിമിയൂസിന്റെ പുത്രനായ ബർത്തേമിയൂസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. ഇതൊന്നെല്ലാവരും ഒന്ന് ഒരു സ്ക്രീനിൽ ഒന്ന് കണ്ടേ. യേശു ജെറീക്കോയിൽ എത്തിയപ്പം ശിഷ്യന്മാരും ഉണ്ട്. പിന്നെന്താ ഉള്ളേ? വലിയ ഒരു ജനാവലി എന്ന് പറഞ്ഞ് ഇപ്പൊ പള്ളിയിരിക്കുന്ന ആൾക്കാരും പുറത്തുള്ളവരും എല്ലാം കൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതൊന്നും പെട്ടെന്ന് ഇതിലെ വരുന്ന ഒരാൾ പറയൂ ആ പള്ളിക്കകത്ത് നിന്ന് വലിയൊരു ജനാവലി വരുന്ന കണ്ടു എന്ന് പറയത്തില്ല. ആ പള്ളിയിൽ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കുറച്ചു പേര് ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടല്ലോ. ഒരു കുറച്ചു പേരേ ഉള്ളൂ. ഇതൊരു വലിയ ജനാവലി അല്ല. പക്ഷെ ഇവിടെ പെരുന്നാൾ വരുമ്പോ 10,000 പേര് 7,000 പേര് ഇവിടെ കൂടുമ്പോൾ ഇതിലെ പരിചയമില്ലാത്ത ഒരാള് ചോദിക്കും, എന്താ ഈ പള്ളിയിൽ പ്രോഗ്രാം? ഭയങ്കര ജനമാണല്ലോ. ആ വാക്ക് എപ്പോഴാ ഉപയോഗിക്കുന്നത്? 1000കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ പറയുന്ന വാക്കാണ് എന്ത്? വലിയ ഒരു ജനാവലി. അപ്പോൾ എത്ര പേരവിടെ ഉണ്ട്? 1000കണക്കിന് ആളുകൾ ഒപ്പം, യേശുവിന്റെ ഒപ്പമുള്ള ഒരു സാഹചര്യമാണ് ഇത്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയുള്ള സാഹചര്യമാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇല്ലാത്തൊരുത്തൻ വഴിയരികിൽ ഇരിപ്പുണ്ട്. അതാ എഴുതിയിരിക്കുന്നത്. വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. യേശുവിന്റെ ഒപ്പമുള്ളവരൊക്കെ വലിയ വലിയ ആൾക്കാർ ഒപ്പമുണ്ട്. പക്ഷെ ഈ പുള്ളി ഇരിക്കുന്ന എവിടെയാ? വഴിയരികിൽ, വഴിയുടെ സൈഡിൽ ഇരിക്കുക. ഭിക്ഷ തണ്ടാൻ ഇരിക്കുന്ന ഒരാളാണ്. 47-ാമത്തെ വാക്യം. നസ്രായനായ യേശു. ഒന്ന് ഉറക്കെ വായിച്ചേ. നസ്രായനായ യേശുവാണ് വാണ് പോകുന്നത് അറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. എല്ലാവരും ശ്രദ്ധിച്ച്. ഇന്നു വരെ ഈ പുള്ളി പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. ഇന്ന് വരെ പുള്ളി എതിരെ പോകുന്ന ആൾക്കാരോടും എനിക്ക് വല്ലതും തരണേ, കുറച്ച് പൈസ തരണേന്ന് മാത്രം ചോദിച്ച് ശീലിച്ച മനുഷ്യൻ എന്നറിഞ്ഞപ്പോഴാ പെട്ടെന്ന് പ്ലേറ്റ് മാറ്റിയേ. യേശുവാണ് ഇതിലേ കടന്നു പോകുന്നത് എന്നറിഞ്ഞപ്പം പൈസ ഉണ്ടെങ്കിൽ തരണേ എന്നല്ല പ്രാർത്ഥിച്ചത്. അവിടെ ഇരുന്നോണ്ട് ആ മനുഷ്യൻ കൈ നീട്ടിയിട്ട് പറഞ്ഞു, യേശുവേ,
ദാവീദിന്റെ പുത്ര എന്നോട് കരുണയായിരിക്കണമെന്ന് ഈ മനുഷ്യൻ എങ്ങനെ പറഞ്ഞു? മനസ്സിൽ പറഞ്ഞോ, അതോ അടുത്ത് നിൽക്കുന്ന ഒരാളെ തോണ്ടിയിട്ട് അയാളുടെ ചെവി പറഞ്ഞോ, അതോ ഉച്ചത്തിൽ പറഞ്ഞോ? ഉച്ചത്തിൽ പറഞ്ഞു. നമുക്കൊക്കെ ഉച്ചത്തിൽ പ്രാർത്ഥിക്കാൻ എന്നാ മടിയാ. ഇത്രയും പ്രാർത്ഥന ഉയർന്നിട്ടും ഉച്ചത്തിൽ പ്രാർത്ഥിക്കാത്തവരും, നന്നായിട്ട് കൈയടിക്കാത്തവരും, നന്നായിട്ട് കരങ്ങൾ ഉയർത്താത്തവരും ഇതിനകത്തുണ്ട്. നമ്മളൊക്കെ ഒത്തിരി പഠിച്ചവരാ, വലിയ പഠിപ്പുള്ളവരും, എത്രയോ ധ്യാനം കൂടിയവരാ. എന്നിട്ട് നമുക്ക് പോലും പറ്റുമോ ഇതുപോലൊന്ന് പ്രാർത്ഥിക്കാൻ? ഒരു ബൈബിൾ കോളേജിലും ഒരു സെമിനാരിയിലും പഠിച്ചിട്ടില്ലാത്ത ഭിക്ഷക്കാരന് പോലും അറിയായിരുന്നു എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്ന്. പ്രാർത്ഥനയെക്കുറിച്ച് ഡോക്ടറേറ്റ് എടുത്ത ഒരാൾക്കറിയാമോ എങ്ങനെ പ്രാർത്ഥിക്കാൻ? പ്രാർത്ഥനയെക്കുറിച്ച് പ്രബന്ധം എഴുതി പാസാക്കി വലിയ കയ്യടി മേടിച്ച ഒരാൾക്കറിയാമോ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ? വലിയ പ്രാർത്ഥനാ ഗ്രൂപ്പ് നടത്തുന്ന ഒരാൾക്കറിയാമോ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ? ഇത് ഹൃദയം നുറുങ്ങിയൊരു പ്രാർത്ഥനയാണ്. അവിടെ ഇരുന്ന് കണ്ണ് കാണത്തില്ലേലും ഉറക്കെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാ കാര്യവും നമ്മൾ ഓർക്കുവാണേ. പള്ളിപ്പെരുന്നാളിൽ ആൾക്കാർ കൂടിയ പോലെ ആൾക്കാരുണ്ട്. അപ്പൊ ആരുടെ ഒച്ചയാ? നമുക്കൊന്നും അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റില്ല ആരെയും. ഇത്രയും ആൾക്കാരൊപ്പം ഉള്ളപ്പം അവിടെ നോർമലായി ആളുകൾ നടന്നു പോകുന്ന ശബ്ദമുണ്ട്. അത്രയും ശബ്ദങ്ങളുടെ ഇടയിൽ നിന്ന് യേശു ഈ സ്വരം കറക്റ്റായിട്ട് തിരിച്ചറിഞ്ഞോ? അടുത്ത വാക്യം ഒന്ന് വായിച്ചേ, ഉറക്കെ ഒന്ന് വായിച്ചേ. നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. അപ്പൊ അത് പറയാം, ഇപ്പൊ പറഞ്ഞ കാര്യം പറയാം. പ്രാർത്ഥന ഉയർന്നപ്പം നാട്ടുകാരുടെ സ്വഭാവം എന്നായിരുന്നു? എന്നാ കൊച്ചെ, നീ പ്രാർത്ഥിക്ക്, നീ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഇതൊന്നുമല്ല ആൾക്കാർ പറഞ്ഞത്, അയാളുടെ വാ അടപ്പിക്കാനാ നോക്കിയേ. ഇന്നും ഇങ്ങനെ തന്നെയാണ്, ഇന്നും ഇങ്ങനെയാണ്. നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും. ഒരാൾ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മക്കളും ജീവിത പങ്കാളിയും ആ പ്രാർത്ഥിക്കുന്ന ആൾക്ക് എതിരായിരിക്കും. പ്രാർത്ഥിക്കുന്നവന്റെ വാ അടപ്പിക്കാനാ എല്ലാവർക്കും തിരക്ക്. പ്രാർത്ഥിക്കുന്നവനെ ഒതുക്കാനാണ് എല്ലാവർക്കും ആവേശം. ഇയാൾ അത്രയും നാള് ഭിക്ഷ എടുത്തോണ്ടിരിക്കുമ്പോ ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ പ്രാർത്ഥന ഉയർന്നപ്പോ പലരും എതിരായി. എന്നെ കേൾക്കുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പ്രാർത്ഥന ഉയരുമ്പോൾ പലരും നമുക്ക് ഇന്നലെ വരെ കൂടെ നിന്നോര് വരെ ചിലപ്പോ എതിരാകും, നമ്മളെ കളിയാക്കും, വിമർശിക്കും, ഒറ്റപ്പെടുത്തും. അതോടെ ചിലരുടെ പ്രാർത്ഥനയും തീരും. ഞാനായിട്ട് ഇനി എന്നാ പ്രാർത്ഥിക്കാനാ, ഞാനും പ്രാർത്ഥിക്കുന്നില്ലെന്ന് വെക്കും. ഈ മനുഷ്യൻ ഏതെങ്കിലും ബൈബിൾ കോളേജിൽ പോയി പ്രാർത്ഥനയെക്കുറിച്ച് പഠിച്ചിട്ട് വന്നിരിക്കുന്ന ആളാന്ന് എഴുതിയിട്ടുണ്ടോ? ഈ മനുഷ്യൻ ഒരു സ്കൂളിലും പോയിട്ടില്ല, ഒരു കോളേജിലും പോയിട്ടില്ല, ഒരു ധ്യാനത്തിനും പോയിട്ടില്ല, ഒരു സെമിനാരിയിലും പഠിച്ചിട്ടില്ല, എവിടെയും പോയിട്ടുമില്ല, ആരും ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുമില്ല. പക്ഷേ അടുത്ത വാക്ക് എന്നാന്നറിയാമോ? ആളുകൾ മിണ്ടാതിരിക്കടാന്ന് പറഞ്ഞപ്പോൾ അയാൾ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചു? ദാവീദിന്റെ പുത്ര. എങ്ങനെ പ്രാർത്ഥിച്ചു? ദാവീദിന്റെ പുത്ര യേശുവേ, ഈ എന്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദേശത്ത് താമസിക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളെ ആരെയും അറിയത്തില്ല, നിങ്ങൾക്ക് എന്നെയും വലിയ അറിവൊന്നുമില്ല, ഇപ്പൊ കണ്ടു പരിചയമൊക്കെ ഉള്ളൂ. പക്ഷെ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് എന്തിനാണെന്നറിയാമോ? ഈ ദിവസങ്ങളിൽ ഒരുമിച്ച് കൂടുന്നത് വ്യക്തിപരമായി ദൈവത്തോട് പറഞ്ഞു പ്രാർത്ഥിക്കുക. യേശുവേ, ദാവീദിന്റെ പുത്ര, കടബാധ്യതയിൽ കിടക്കുന്ന എന്റെ കുടുംബത്തോട് കരുണയായിരിക്കണമേ. എന്റെ മക്കൾ ഇന്ന് ആകെ വിശ്വാസമില്ല, പ്രാർത്ഥനയില്ല, ആകെ വഴിതെറ്റിപ്പോകുന്നു, പറഞ്ഞാലും കേൾക്കുന്നില്ല. യേശുവേ, എന്റെ വഴിതെറ്റിപ്പോയ മക്കളോട് കരുണയായിരിക്കണമേ. എന്റെ ജീവിത പങ്കാളി ഇപ്പൊ പള്ളിയിലൊന്നും പോകാത്ത ഒരാളാണ്, അയാൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു, കുടുംബ പ്രാർത്ഥനയിൽ ഒന്നും ചേരുന്നില്ല, എല്ലാത്തിനോടും വിമർശനമാണ്. നമ്മളിവിടെ വന്ന് പ്രാർത്ഥിക്കുക, യേശുവേ, എന്റെ ജീവിത പങ്കാളിയുടെ മേൽ കരുണയായിരിക്കണമേ. ഇവിടെ ഇരിക്കുന്ന അമ്മമാർ ചിലപ്പോ പ്രാർത്ഥിക്കും, വിവാഹപ്രായമായ എൻ്റെ കുഞ്ഞിന്റെ വിവാഹം നടന്നിട്ടില്ലല്ലോ, ഇനി അഥവാ വിവാഹം ആലോചിച്ചു വന്നാൽ
കൊടുത്തുവിടാൻ അതിനുള്ള സാമ്പത്തികം ഒന്നുമില്ലല്ലോ കർത്താവേ. നിങ്ങൾ ഈ ആലയത്തിൽ വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക, യേശുവേ എൻ്റെ മക്കളുടെ മേൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുവാൻ കരുണയായിരിക്കണമേ. ഇങ്ങനെ ഓരോരുത്തരും പ്രാർത്ഥിക്കാൻ ഒരുമിച്ച്, പരസ്പരം വഴക്കുണ്ടാക്കാൻ ഒരുമിച്ച് കൂടിയവരല്ല, ആരുടെയും വായടപ്പിക്കാൻ ഒരുമിച്ച് കൂടിയവരല്ല, പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടിയവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം എന്ന് ശ്രദ്ധിക്കണം. അടുത്ത വാക്യം 49-ാമത്തെ വാക്യം. യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു. യേശു എങ്ങനെ നിന്നു? പെട്ടെന്നൊരു വണ്ടി നിർത്തിയുള്ള അവസ്ഥ എന്താ? അതാ നമ്മൾ പറയും, എന്താണോ പെട്ടെന്ന് വണ്ടി നിർത്തി, എന്താ പെട്ടെന്ന്? അത് ഒരാളതിലെ പോയിട്ടാ, അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യം, പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ യേശു അവിടെ നിന്നു. ഇനി എല്ലാവരും ഞാൻ പറയുന്ന കാര്യത്തിൽ മനസ്സൊന്ന് കൊണ്ടുവരണേ. യേശു അവിടെ നിന്നപ്പം പുറകെ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ അന്വേഷിച്ച് കാണില്ലേ, എന്താ മുന്നിൽ പോയ എല്ലാവരും നിന്നേന്ന് ചോദിക്കില്ല. ഇപ്പൊ പള്ളിയിൽ നിന്ന് പ്രദക്ഷിണം ഇറങ്ങുക, അങ്ങോട്ട് പോവുക. അപ്പൊ എല്ലാവരും പതുക്കെ ഇങ്ങനെ പ്രാർത്ഥനയോടെ പോകും. പെട്ടെന്ന് നമ്മൾ നോക്കിയപ്പം പ്രദക്ഷിണം മുന്നോട്ട് പോകുന്നില്ല. നമ്മളാണെങ്കിലും നോക്കില്ലേ ഇങ്ങനെ, എന്താ മുന്നോട്ട് പോകാത്തെ? നമ്മൾ ആരോടും ചോദിക്കില്ലേ, എന്താ സെക്രട്ടറി പ്രദക്ഷിണം എന്താ മുന്നോട്ട് പോകാത്തെ? അന്നത്തെ ആളുകളും യേശുവിന്റെ ഒപ്പം നിന്ന് ആയിരക്കണക്കിന് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല മാറ്റി നോക്കി ചോദിച്ചു കാണില്ലേ, എന്താ നിന്നത്? എന്താ നിൽക്കാൻ കാരണം? എന്താ നിൽക്കാൻ കാരണം? വഴിയരികിൽ കിടന്നൊരു ഭിക്ഷക്കാരന്റെ പ്രാർത്ഥനയുടെ മുമ്പിലാണ് ഇന്ന് സർവശക്തനായ ദൈവം നിൽക്കുന്നത്. അതൊന്ന് ഫോട്ടോ എടുത്തേ. ഒത്തിരി ക്യാമറയൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അതൊന്ന് ഫോട്ടോ എടുത്ത് മനസ്സിൽ സൂക്ഷിച്ചേ. ഫ്രെയിം ചെയ്ത് വീട്ടിൽ വെക്കേണ്ട ഒരു ഫോട്ടോയാണത്. ഒരു ഫോട്ടോ എടുത്താൽ എങ്ങനെ ഇരിക്കും? നടന്നു പോയിക്കൊണ്ടിരുന്ന യേശു വഴിയരികിൽ കിടന്ന ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ അവിടെ നിന്നു. ആ സത്യം, അവിടെ നിന്നത് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്. എന്താ വിളിച്ചു പറഞ്ഞത്? പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ദൈവം നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പാവപ്പെട്ടവനാണോ പൈസക്കാരനാണോ, അവൻ ഡൊണേഷൻ കൊടുത്തിട്ടുണ്ടോ, അതോ അവൻ സ്തോത്രക്കാഴ്ച ഇടുന്ന ആളാണോ, അവന് വലിയ വീടുണ്ടോ, അവൻ ഏത് പാരമ്പര്യമുണ്ട്, ഇതൊന്നും നോക്കിയിട്ടല്ല ദൈവം ഒരാളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാനും നിങ്ങളും ആരുടെയേലും ഒക്കെ മുമ്പിൽ നിൽക്കുന്നത് ആളും തരവും ഒക്കെ നോക്കിയിട്ടാണ്. വലിയ വീട്ടിലെ ആൾക്കാരാണെങ്കിൽ നമ്മൾ നിൽക്കും. നല്ല പൈസയൊക്കെ തരാൻ സാധ്യതയുള്ള ആളാണെങ്കിൽ നമ്മൾ അല്പം നിൽക്കും. ഇനി ഒരു ഗുണവും ഇല്ലാത്ത ഒരാളാണെന്ന് തോന്നിയാൽ നമ്മളൊന്നും വേഗം മൈൻഡ് പോലും ചെയ്യില്ല. അയാൾ ഒരു ഗുണവുമില്ല അയാളുടെ അടുത്ത് നിന്നിട്ട്. ഭിക്ഷക്കാരന്റെ മുമ്പിൽ ആര് നിൽക്കും? നമ്മൾ നിൽക്കുമോ? പക്ഷേ ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ദൈവം ആരാണ്? അവന്റെ വസ്ത്രത്തിന്റെ കളറ് നോക്കിയിട്ടല്ല നിന്നത്. അവൻ കുളിച്ചോ കുളിക്കാതെയാണോ ഇരിക്കുന്നത് നോക്കിയിട്ടല്ല. അവൻ എന്തേരം സമ്പത്തുണ്ടെന്ന് നോക്കിയിട്ട് അവന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ യേശു അവിടെ സഡൻ ബ്രേക്ക് ഇട്ട പോലെ നിന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും, ഞാനും നിങ്ങളുടെ മുമ്പിൽ എല്ലാം തികഞ്ഞവനെ പോലെ അല്ല നിൽക്കുന്നത്. ദൈവത്തിന്റെ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിലാണ്. എന്നിൽ അസാധാരണമായ ഒന്നും തന്നെ ഇല്ല. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ദൈവം എന്നെ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാൻ നിയോഗിച്ചു എന്നതിൽ കവിഞ്ഞ് മറ്റൊരു എക്സ്ട്രാ ഓർഡിനറിയുള്ള ഒരു യോഗ്യതയും എന്നിലില്ല. ഞാനൊരു പാപിയായ മനുഷ്യനാണ്. ഞാനും നിങ്ങളിൽ ഒരാളാണ്. എന്തെങ്കിലും പ്രത്യേകതയുള്ളത് കൊണ്ടല്ല ഇവിടെ നിൽക്കുന്നത്, ദൈവത്തിന്റെ നിയോഗമുള്ളത് കൊണ്ടാണ്. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്ന, എന്റെ ഹൃദയത്തിൽ നിന്ന് വിളിച്ചു പറയുന്നൊരു വാക്കാണ്, പ്രാർത്ഥിക്കുന്നവനെ ആർക്കും ഇഷ്ടമില്ലേലും ദൈവത്തിന് ആ വ്യക്തിയെ ഇഷ്ടമാണ്. ആമേൻ. പ്രാർത്ഥിക്കുന്നവനെ ചിലപ്പോൾ വീട്ടുകാർ പോലും എതിർക്കും, എല്ലാവരും വിമർശിക്കും, മക്കൾ പോലും ചിലപ്പോൾ കൈ ചൂണ്ടി സംസാരിക്കും. എപ്പോഴും പ്രാർത്ഥന എന്ന് ചിലപ്പോൾ പുച്ഛിച്ച് പറയും. പക്ഷെ പ്രാർത്ഥിക്കുന്നവനെ ലോകത്തിൽ ആർക്കും അത്ര ഇഷ്ടമില്ലേലും ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ദൈവത്തിന്
പ്രാർത്ഥിക്കുന്ന നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. ആമേൻ. പ്രാർത്ഥിക്കുന്ന നിന്റെ കുടുംബത്തെ, അപ്പുറത്തെ വീട്ടുകാർ ഇപ്പുറത്തെ വീട്ടുകാർ എപ്പം നോക്കിയാലും കുറ്റം പറയുവാണേലും പ്രാർത്ഥിക്കുന്ന നിന്റെ കുടുംബത്തെ ദൈവം തമ്പുരാന് വലിയ ഇഷ്ടമാണ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരേക്കാൾ കൂടുതൽ നിന്നെ അനുഗ്രഹിക്കാനാ ദൈവത്തിന് ഇന്ന് ഇഷ്ടം. ആരേക്കാൾ കൂടുതൽ നിന്നെ അനുഗ്രഹിക്കാനാ ദൈവം പദ്ധതി ഇട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന നിന്നെ, പ്രാർത്ഥിക്കുന്ന എന്നെ, പ്രാർത്ഥിക്കുന്ന എന്റെ കുടുംബത്തെ, എന്റെ കൂടെയുള്ള ആരും ഇഷ്ടപ്പെട്ടില്ലേലും ദൈവം ഇഷ്ടപ്പെടുന്നു. അത് നോക്കിയാ മതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. 2000 വർഷം മുമ്പ് നടന്ന സംഭവമാണേലും ഇന്നും ഇതുപോലൊക്കെ തന്നെയാണ്. ഒരാള് സൂപ്പർ മാർക്കറ്റിൽ പോവാ, ഞാൻ വരും, നീ വരുന്നുണ്ടോ? ഞാനും വരാം. ഇന്ന് വൈകുന്നേരം ഫുഡ് ഇവിടെ ഇല്ല, നമ്മൾ അപ്പുറത്തെ ഹോട്ടലിൽ നിന്ന് നമ്മൾ നല്ല ഭക്ഷണം കഴിക്കാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്, നീ വരുന്നോ? ഞാൻ വരുന്നുണ്ട്. നാളെ കഴിഞ്ഞ് നമ്മൾ മൂന്നാറിന് പോവാണ്, 3 ദിവസത്തെ ഒരു ട്രിപ്പ്, ഒരു ടൂറ്, നിങ്ങൾ വരുന്നോ? ഞാനും ഉണ്ട്, എന്നെ കൂട്ടാതെ പോവല്ലേ എന്ന് പറയും. നാളെ പള്ളിയിൽ ഒരു ധ്യാനം കൊണ്ട്, വരുന്നോ? ഞാൻ വരുന്നില്ല, എന്നെ വിളിക്കല്ല് കേട്ടോ എന്ന് തിരിച്ചു പറയും. എല്ലാത്തിനും ആൾക്കാർ ഓടിക്കൂടും. ഭക്ഷണം കഴിക്കാനും ഫിലിം കാണാനും മൂന്നാറിന് പോകാനും ട്രിപ്പ് പോകാനും ടൂറ് പോകാനും ആഘോഷമൊക്കെ എല്ലാവരും വിളിക്കേണ്ട താമസം ഓടിക്കൂടും. എന്നാ ഒരാളെ വിളിച്ച്, നാളെ പള്ളിയിൽ ഒരു ധ്യാനമുണ്ട്, പ്രാർത്ഥനയുണ്ട്, നീ വരുന്നോ? അന്നേരത്തേക്കും നെറ്റി ചുളിയും, നമ്മളൊരു ദേഷ്യത്തോടെ അടിമുടി നോക്കും, വരിയല. എന്നാ ഒരാളെ കയറ് കെട്ടിക്കൊണ്ട് മുറുക്കിക്കൊണ്ട് ഇവിടെ വന്ന് കൊണ്ടുവരാലോ, ആ കയറ് പൊട്ടിച്ചാൽ ഓടും. ഇഷ്ടപ്പെടില്ല. പ്രാർത്ഥന എല്ലാവർക്കും ഇഷ്ടമാകില്ല. പക്ഷേ പ്രാർത്ഥിക്കുന്നവനെ ദൈവത്തിനൊത്തിരി ഇഷ്ടമാണ്. ആമേൻ. പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ ദൈവത്തിന് ഒത്തിരി ഇഷ്ടമാണ്. ആമേൻ. ഹല്ലേലൂയ. 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 ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആയിരക്കണക്കിന് ആൾക്കാർ, വലിയ ജനാവലിയാണ്. അവരെല്ലാം പതുക്കെ പതുക്കെ എങ്കിലും മിണ്ടുകയും പറയുകയും ഇങ്ങനെ കാലുകൊണ്ട് പതുക്കെ നടന്നു പോകുമ്പോൾ ഈ ഒച്ചയുടെ ഇടയ്ക്കും ആരുടെ ശബ്ദമാ യേശു കേട്ടത്? മിണ്ടാതിരിക്കടാന്ന് പറഞ്ഞ ശബ്ദമാണോ യേശു കേട്ടത്? പ്രാർത്ഥിക്കുന്നവന്റെ ശബ്ദമാണോ അതിനകത്ത് വ്യക്തമായി കേട്ടത്? ആരുടെ ശബ്ദമാ യേശു കേട്ടത്? അത് ശ്രദ്ധിക്കണ്ടേ? പ്രാർത്ഥിക്കുന്നവനെതിരെ നാട്ടുകാരെല്ലാം മിണ്ടാതിരിക്കുക, ശകാരിച്ചു, വഴക്ക് പറഞ്ഞു. അവൻ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചത്, അത്രയും ഒച്ചപ്പാടുണ്ടായിരുന്നിട്ടും, അത്രയും ആളുകൾ ബഹളം കൂട്ടിയിട്ടുണ്ടായിരുന്നിട്ടും പ്രാർത്ഥനയുടെ സ്വരം കൃത്യമായി യേശു കേട്ടു. അപ്പൊ ഈ ഇതിനകത്തിരിക്കുന്ന ആരെങ്കിലും, എല്ലാവരും മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്ന കാണില്ല. ചിലര് ഒരു കാഴ്ചക്കാരെ പോലെ ഇവിടെ ഇരിപ്പുള്ളവരുണ്ടാവും. ചിലപ്പോ ഒരു കേൾവിക്കാരെ പോലെ ചുമ്മാ ഒരു കൈകൊട്ടി, ചുമ്മാ ഒരു പാട്ട് പാടി, എന്തൊക്കെയോ കേട്ടു, കുറച്ചുറങ്ങി, കുറച്ചുറങ്ങാതിരുന്നു, അങ്ങനെയൊക്കെ ആയിരിക്കും. ഇവിടെ ആരെങ്കിലും മനസ്സുകൊണ്ട് വേദനയോടെ പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ഞാൻ നിങ്ങളെ കണ്ടില്ലേലും, ഇവിടെയുള്ള ആരും നിങ്ങളെ കണ്ടില്ലേലും ദൈവം നിങ്ങളെ കാണും. ദൈവം നിങ്ങളെ കാണുന്നു. ആമേൻ. ദൈവം നിന്റെ വിഷമത്തെ അറിയുന്നു. ആമേൻ. ദൈവം നിന്റെ സങ്കടം കാണുന്നു. ആമേൻ. നിന്റെ മനസ്സ് വേദന കൊണ്ട് പിടയുന്നത് ആമേൻ. ദൈവം ശ്രദ്ധിക്കുന്നു. ദൈവം ശ്രദ്ധിക്കുന്നു. യേശു കാണുന്നു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. 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 അടുത്ത വാക്യം യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവനെ. എന്റെ ഒരു കാര്യം ചോദിച്ചോട്ടെ? യേശു നേരിട്ട് അങ്ങോട്ട്, എല്ലാവരും ഒരു മിനിറ്റ് നിൽക്കുക കേട്ടോ, ഞാനൊന്ന് അവിടം വരെ പോയേച്ച് വരട്ടെ, പുള്ളി എന്തോന്നറിയില്ല അവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്, ഒന്ന് പോയിട്ട് വരട്ടെ എന്നല്ല പറഞ്ഞേ. അതൊരു പ്രത്യേക രീതിയിലാണ് യേശു കൈകാര്യം ചെയ്തത്. യേശു അവിടെ നിന്നിട്ട് ഒരുത്തിനെ ഇങ്ങ് വിളിച്ചിട്ട് പറഞ്ഞു, ആ ഇരിക്കുന്നവനെ ഇങ്ങോട്ട് വിളിക്കുക. ഇപ്പോൾ അവൻ യേശുവിൻ്റെ നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്, ജീവിതത്തെ തൊട്ട് പറയാം. വഴിയരികിൽ കിടന്നവൻ ഇപ്പോൾ വരാൻ പോകുന്നത് എല്ലാവരുടെയും മുമ്പിലാണ്. ആണോ? എവിടെയോ കിടന്നവനാ,
ഒരുത്തം പോലും മൈൻഡ് ചെയ്യാത്തവനാ. ഇപ്പം വരാൻ പോകുന്ന എവിടെയാ? യേശുവിന്റെ മുമ്പിൽ മാത്രമല്ല, ആയിരക്കണക്കിന് ആൾക്കാർ നിപ്പുണ്ട് അവിടെ. വലിയവന്മാരും കൊമ്പന്മാരും വലിയ കേമന്മാരും പൈസക്കാരും വലിയ പ്രമാണിമാരൊക്കെ വലിയന്മാരൊക്കെ നിപ്പുണ്ട് കൂടെ. അവരുടെ ഒക്കെ മുമ്പിൽ കയറ്റി ആ വഴിയരിയിൽ കിടന്നവനെ ഇപ്പൊ കൊണ്ടുവരാൻ പോവാ. അടുത്ത വാക്യം, അവനെ വിളിക്കുക. എന്നിട്ട് എവിടെ കൊണ്ടുവന്നു? അവർ അന്ധനെ വിളിച്ചു. അവർ അവനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കൂ, യേശു നിന്നെ വിളിക്കുന്നു. അവൻ പുറങ്കുപ്പായൻ ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിന്റെ അടുത്തെത്തി. അപ്പൊ യേശുവിന്റെ അടുത്തെത്തുമ്പം പുറകിൽ കൂടെയാണോ വന്ന, മുന്നിൽ കൂടെയാണോ വന്നേ? ഭാവനയെ വായിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും. അവൻ പുറകിൽ കൂടെ, എല്ലാവരുടെയും പുറകിൽ കൂടെ വന്നല്ല, എല്ലാവരുടെയും മുമ്പിൽ കയറി ഫ്രണ്ടിൽ വന്നു. അപ്പൊ നോർമലായിട്ടൊരു ചോദ്യം, ഇപ്പോൾ നിങ്ങളൊക്കെ എന്നെയാ നോക്കുന്നേ. ഇതുപോലെ ഭിക്ഷക്കാരനെ എല്ലാവരും നോക്കേണ്ട ഒരു സമയം വന്നു. അത്ഭുതത്തോടെ ഇവൻ എങ്ങനെ മുന്നിൽ കയറി, ഇവൻ എങ്ങനെ ഇവിടെ എത്തി? ഇനി എല്ലാവരോടും പറയാൻ പോയി. ഇത് വായിച്ചു പോകുമ്പോ ഒറ്റ വായനയ്ക്ക് അങ്ങ് തീർന്നു പോകും. ഇതിനകത്ത് കാണേണ്ട ചില കാര്യങ്ങളുണ്ട്. വഴിയരികിൽ ഇരുന്നവൻ ഇന്ന് എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി. അതിന് ഇംഗ്ലീഷിൽ പറയുന്നൊരു വാക്കാ സെന്റർ ഓഫ് അട്രാക്ഷൻ. എല്ലാവരും ഇപ്പൊ അത്ഭുതത്തോടെ ഇവനെ നോക്കുക. വിമർശിച്ചവരും ഇവനെ നോക്കുന്നു, മിണ്ടാതിരിക്കടാന്ന് പറഞ്ഞവർ ഇവനെ നോക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ അവന്റെ മുഖത്തേക്ക് നോക്കി. ഇന്ന് അത്രയും നല്ല ഒരു നിലയിൽ എല്ലാവരുടെയും മുമ്പിൽ വരാൻ കാരണമായത് എന്നതാ? കാരണമായി നിന്ന സാഹചര്യം എന്താ? പ്രാർത്ഥന. അന്ന് നാട്ടുകാർ പറയുന്ന കേട്ടിട്ട്, മിണ്ടാതിരിക്കടാന്ന് പറയുന്ന കേട്ടിട്ട് അവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നായിരുന്നെങ്കിൽ ഇതുപോലെ ഒരു അനുഗ്രഹത്തിന്റെ മുമ്പിൽ ഈ കൊച്ചു നിൽക്കുമായിരുന്നോ? ഇതുപോലൊരു അനുഗ്രഹം സ്വപ്നം കാണില്ലായിരുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്ന് കേൾക്കണം. ഇങ്ങനെ ഒരു ധ്യാനം വരുന്നു, പ്രാർത്ഥന വരുന്നു. പലരും പറയും തട്ടിപ്പാണ്, പലരും പറയും ഇതൊക്കെ വേറും ആളുകളെ പറ്റിക്കുന്ന ഏതോ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിശ്വസിക്കാം. അവര് പറഞ്ഞതോ ദൈവം പറയുന്നതോ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഇത് തട്ടിപ്പാണ്, ഇത് വിളച്ചിലാണ്, ഇത് വേഷം കെട്ടാണ്, ഇതൊക്കെ ചുമ്മാ. ഞാൻ ഇതൊക്കെ കുറെ കണ്ടതാണ്, ഇതൊക്കെ ഞാൻ ഒരുപാട് കൂടിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇരിക്കുന്നിടത്തിരിക്കുവാണെങ്കിൽ അനുഗ്രഹിക്കപ്പെടാത്തതിനെ ഓർത്ത് വിഷമിക്കരുത്. ആരൊക്കെയാണോ ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിലും ദൈവത്തിന്റെ മുമ്പിലും നിലവിളിച്ച് പ്രാർത്ഥനയോടെ വരുന്നത്, അവരെയൊക്കെ ദൈവം ഇന്നല്ലെങ്കിൽ നാളെ പലരുടെയും മുമ്പിൽ കയറ്റി ദൈവം നിർത്തും. അത് വീട് തന്നിട്ടായിരിക്കും, ജോലി തന്നിട്ടായിരിക്കും, ജീവിതം തന്നിട്ടായിരിക്കും, ശുശ്രൂഷ തന്നിട്ടായിരിക്കും. ചിലപ്പോ അതൊന്നും പറയാൻ പറ്റില്ല, ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാ. പലതും വിചാരിക്കാത്തത് കയ്യിലേൽപ്പിച്ച് വലിയവന്മാരുടെ മുമ്പിൽ കയറ്റി ദൈവം നിന്നെ ഒരു കാലത്ത് നിർത്തും. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇത് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ മാതാപിതാക്കൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയണം. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇത് കേൾക്കണം. എവിടെയോ ഭിക്ഷക്കാരനായി ഇരുന്ന് ഭിക്ഷയെടുത്ത് കിട്ടുന്നത് തിന്ന് മരിച്ചു പോകേണ്ട ഒരുത്തനാണ് ഇപ്പോ നിൽക്കുന്നത്. എവിടെയാ? ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ. ഞാൻ എന്റെ ഭാവനയിലാ പറയുന്നത്. ഇവനെ മുമ്പിൽ എത്തിച്ചത് അവന്റെ ഒറ്റ പ്രാർത്ഥനയാണ്. അവനെ മുമ്പിൽ എത്തിച്ചത് എന്നതാ? ഒറ്റ പ്രാർത്ഥന. അവൻ വലിയ പ്രാർത്ഥനാ പുസ്തകം അപ്പുറത്തെ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് 200 പേജിന്റെ ബുക്കിന്റെ അത്രയുള്ള പ്രാർത്ഥനയൊന്നും അവന്റെ ഇല്ലായിരുന്നു. അവന്റെ ഹൃദയത്തിൽ നിന്ന് ഒറ്റ പ്രാർത്ഥന, ദൈവമേ എന്നോട് കരുണയായിരിക്കണം. ഒറ്റ പ്രാർത്ഥന അവനെ ഒരുപാട് മുമ്പിലെത്തിച്ചു. ഇപ്പോ ഇനി ആളുടെ സാഹചര്യം മാറുന്നത് കാണുവാണ്. ഇയാളുടെ സിറ്റുവേഷൻ മാറുകയാണ്. ഒരാളുടെ ജീവിതത്തെ മാറ്റുന്നത് പ്രാർത്ഥനയാണ്. അവസ്ഥ മാറണമോ? വീട്ടിലിരുന്ന് തന്നെയും പിന്നെയും കരഞ്ഞോണ്ടും വിമർശിച്ചും കളിയാക്കിയിരുന്നാൽ അവസ്ഥ മാറത്തില്ല. അവസ്ഥ മാറണമെങ്കിൽ ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഈ പുസ്തകം വ്യക്തമായും കൃത്യമായും പറഞ്ഞു തരുന്നത്. അന്നും അങ്ങനെയായിരുന്നു, ഇന്നും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി 50-ാമത്തെ വാക്യം, പുറങ്കുപ്പായം എറിഞ്ഞിട്ട് എങ്ങനെയാ വന്നേന്ന് എഴുതിയിട്ടുണ്ട്. ചുമ്മാ തണുപ്പ് പിടിച്ച് ഒരു ആടിപ്പുറഞ്ഞ് എന്തിനാ പുള്ളി എന്നെ വിളിക്കുന്നത്, ഇപ്പോഴാണോ എന്നെ വിളിക്കുന്നത്, ഇതൊന്നും ചോദിച്ചിട്ടില്ല. പുള്ളി എങ്ങനെയാ വന്നത്?
അയ്യോ, ഇന്ന് വരെ ഈ മനുഷ്യൻ, ഈ ഭിക്ഷ എടുക്കുന്നവൻ ഇന്ന് വരെ കുതിച്ചു ചാടിയിട്ടില്ല. അത്രയും ലോട്ടറി അടിച്ച സന്തോഷമാണ്. അവന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു. അവൻ കുതിച്ചു ചാടി. പ്രിയപ്പെട്ടവരെ, എങ്ങനെയേലും ജീവിക്കാനല്ല കേട്ടോ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ കുതിച്ചു ചാടാൻ ഇടയാകത്തക്ക വിധമുള്ള ഒരു അനുഗ്രഹം ജീവിതത്തിലേക്ക് കയറി വരും. അത് വാതിൽക്കൽ നിൽപ്പുണ്ട്. ഒരു പക്ഷേ പ്രതീക്ഷിക്കാത്തൊരു നന്മ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ വരുമ്പോൾ മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾ കുതിച്ചു ചാടും. എൻ്റെ കൊച്ചിന് നല്ല ജോലി കിട്ടിയല്ലോ, എൻ്റെ കൊച്ചിന് നല്ലൊരു ഭാഗ്യം ഉണ്ടായല്ലോ, എൻ്റെ കൊച്ചിന്റെ ജീവിതം മനോഹരമായല്ലോ. കുതിച്ചു ചാടാൻ ദൈവം ഇടവരുത്തും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. 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 ഈ നിൽക്കുന്ന ഞാൻ 10ാം ക്ലാസ് പരീക്ഷയിൽ തോറ്റുപോയ ആളാണ്. രണ്ടാമത് പാരൽ കോളേജിൽ പോയി പഠിച്ച് കഷ്ടി ജയിച്ച ഒരാളാണ്. എൻ്റെ അപ്പച്ചൻ മദ്യപാനിയായിരുന്നു. എൻ്റെ കുടുംബം പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിച്ചിട്ടുണ്ട്. അയ്യോ, ഈ മനുഷ്യൻ ഇപ്പോഴും ഈ പിച്ചക്കണക്കെല്ലാം വിളിച്ചു പറയുകയാണല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. ആരുടെയും സഹതാപം കിട്ടിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു 10 രൂപ എന്നെ അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് കവറിലിട്ട് തരും, ഇത് പ്രതീക്ഷിച്ചല്ല ഇത് പറയുന്നത്. ഞാൻ കടന്നു വന്ന വഴികൾ നിങ്ങളോട് പറയുന്നത് എന്നെ അനുഗ്രഹിച്ച ദൈവത്തെ കുറിച്ച് പറയാനാണ്. ആരുടെയും സഹതാപം കിട്ടുകാനോ അല്ല, നിങ്ങൾ എൻ്റെ കയ്യിൽ ഒരു 1000 രൂപ ഇരിക്കട്ടെ, ഈ പാവം പിടിച്ച മനുഷ്യൻ പാവപ്പെട്ട വീട്ടിലെ ആളല്ലേ ഇരിക്കട്ടെ, അത് പ്രതീക്ഷിച്ചല്ല. ആരുടെയും 1 രൂപ പ്രതീക്ഷിച്ചത് കൊണ്ടല്ല ഇത് പ്രസംഗിക്കുന്നത്. 10ാം ക്ലാസ്സിൽ തോറ്റുപോയ എന്നെ നിങ്ങൾ എന്തിനാ ഈ പള്ളിയിൽ ധ്യാനത്തിന് വിളിച്ചത്? പാരൽ കോളേജിൽ പഠിച്ച് വലിയ അറിവും പാരമ്പര്യവും ഇല്ലാത്ത എന്നെ എന്തിനാ ഇവിടുത്തെ അച്ഛൻ എന്നെ നാളുകൾക്ക് മുമ്പ് ഒന്ന് വരാവോ എന്ന് ചോദിച്ചത്? നിങ്ങൾ എന്നെ അല്ല സ്നേഹിച്ചത്, എന്നെ അല്ല ഇവിടുത്തെ അച്ഛൻ ബഹുമാനിച്ചത്, എന്നിലുള്ള ദൈവാനുഗ്രഹത്തെയാ ബഹുമാനിച്ചത്. ഞാൻ എന്ന വ്യക്തി ഇവിടെ നിൽക്കാൻ കാരണം ഞാൻ പഠിച്ച സ്കൂളിന്റെയോ കോളേജിന്റെയോ മഹത്വം കൊണ്ടല്ല. ദൈവാനുഗ്രഹം ഇല്ലായിരുന്നു എങ്കിൽ ഞാൻ എന്ന ശുശ്രൂഷകരില്ല. ദൈവാനുഗ്രഹമില്ലെങ്കിൽ നിങ്ങൾ ആരും എന്നെ കാണുക പോലുമില്ലായിരുന്നു, നിങ്ങൾ എന്നെ അറിയുക പോലുമില്ലായിരുന്നു. ദൈവാനുഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ പ്രിയപ്പെട്ട അച്ഛൻ എൻ്റെ നമ്പർ മേടിച്ച് എന്നെ വിളിക്കത്തു പോലുമില്ലായിരുന്നു. എനിക്കിങ്ങനെ ഒരു അൾത്താരയിൽ നിന്ന് പ്രസംഗിക്കാൻ നിങ്ങൾ ആരും ഒരു അവസരവും തരത്തില്ലായിരുന്നു. ഞാനിവിടെ നിൽക്കാൻ കാരണം നിങ്ങളെല്ലാം എന്നേക്കാൾ മിടുക്കരും കഴിവുള്ളവരുമായ അറിവുള്ളവരുടെ മുമ്പിൽ ഞാൻ നിൽക്കാൻ കാരണം എന്നിലേക്ക് ദൈവം ചൊരിഞ്ഞ ആ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഇനി കേട്ടെ, എവിടെയേലും പുറകിൽ കിടക്കുന്നവരാണോ നിങ്ങൾ? ഭിക്ഷക്കാരനെ പോലെ എവിടെയോ അവഗണിക്കപ്പെട്ട ഒരാളാണ്. അവഗണനയുടെ വേദന അനുഭവിച്ചിട്ടുണ്ടോ? നാണം കെട്ടുപോയിട്ടുണ്ടോന്ന് എവിടെയെങ്കിലും ആരെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഭിക്ഷക്കാരനാ, കൊള്ളൂല, നല്ല ഡ്രസ്സില്ല, സൗന്ദര്യമില്ല, ബുദ്ധിയില്ല, കഴിവില്ല, വീടില്ല, പറമ്പില്ല, മാർക്കില്ല, വിദ്യാഭ്യാസമില്ല, മാറ്റി നിർത്തിയിട്ടുണ്ടോ? ദൈവത്തോട് നിനക്ക് ബന്ധമുണ്ടെങ്കിൽ, മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാനൊക്കെ അറിയാമെങ്കിൽ നിന്നെ ദൈവം എല്ലാവരുടെ മുമ്പിൽ കയറ്റി നിർത്തുന്ന ഒരു കാലവും ഉണ്ടാവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൂടെ നിൽക്കുന്ന വലിയ മിടുക്കന്മാർക്ക് പറ്റിയിട്ടില്ല ഇങ്ങനെയൊന്ന് നിൽക്കാൻ. കൂടെ ആയിരക്കണക്കിന് വലിയ കേമന്മാരും കൊമ്പന്മാരും ഉണ്ട്. അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട് കേമന്മാരും കൊമ്പന്മാരും. ഞാനൊക്കെ വലിയ സംഭവമാണ്, ഞാനാണ് ഇവിടുത്തെ വലിയ ആള്, ഞാൻ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നിന്നെ അല്ല ദൈവം മുന്നിൽ കയറ്റുന്നത്. പ്രാർത്ഥനയുള്ള അപ്പുറത്ത് കിടക്കുന്നവനെ ദൈവം മുന്നിൽ കൊണ്ടുവരും. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാ, അത് ദൈവത്തിന്റെ ഇടപെടലാ. നീ എന്താ ഇവിടെ വന്നത്? അത് ആ ദൈവാനുഗ്രഹമായി ഇന്ന് നിൽക്കാൻ കാരണം. ഇവിടെ ഇരിക്കുന്ന ചിലരെങ്കിലും പറയും, പണ്ട് ഞങ്ങൾ ഇങ്ങനെ ആയിരുന്നു അച്ചോ, ഇന്ന് ഞങ്ങൾക്ക് ഇതുപോലൊരു വീടും കുഞ്ഞൊരു വണ്ടിയും സൗകര്യങ്ങളൊക്കെ ദൈവാനുഗ്രഹമാ. സത്യമാ. ഇന്ന് പലരുടെയും മുമ്പിൽ നിൽക്കാൻ കാരണം ദൈവത്തിന്റെ അനുഗ്രഹമാ. എൻ്റെ ജീവിതത്തെ നോക്കിയിട്ട് അച്ഛൻ പ്രസംഗിച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് ചിലരെങ്കിലും പറയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി അടുത്ത വാക്യം. യേശു ചോദിച്ചു. ആരോട് ചോദിച്ചു? ഈ ആയിരക്കണക്കിന് ആളുകൾ കൂടെ ഉണ്ടല്ലോ, അവരോടൊന്നും ചോദിച്ചില്ലല്ലോ ഒന്നും. ആരോടാ ചോദിച്ചേ? പ്രാർത്ഥിച്ചവനോടേ ചോദിച്ചിട്ടുള്ളൂ. എന്നാ അവിടെ എല്ലാവരും ലൈനായിട്ട് എല്ലാവരും അങ്ങ് നിന്നേ. എല്ലാവരോടും ഞാൻ ചോദിക്കാൻ പോവാ, എന്താ വിശേഷം, എന്താ ആവശ്യമുള്ളത്? ഒറ്റ ഒരെണ്ണത്തോട് ചോദിച്ചില്ല. ആരോട് ചോദിച്ചു ഈ ചോദ്യം? വഴിയരികിലിരുന്ന് പ്രാർത്ഥിച്ചവനോട് യേശു ചോദിച്ചു, എന്താ നിന്റെ ആഗ്രഹമെന്ന്.
അടുത്ത വാക്യം വായിച്ചേ. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? വിമർശിച്ചവരോട് ചോദിച്ചോ? നീ ഒന്നും ഒരു പള്ളിയിലും പോകണ്ട, ഒരു ധ്യാനത്തിനും പോകണ്ട, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇങ്ങനെ വിമർശിച്ചവരോടാണോ യേശു ചോദിച്ചത്? അന്നും ഉണ്ടായിരുന്ന ഇങ്ങനെയുള്ള ആളുകൾ. മിണ്ടാതിരിക്കടാ, ഒച്ച ഉണ്ടാക്കരുത്, പ്രാർത്ഥിക്കരുത്, നീ എന്തുവാ ഒച്ചപ്പാടുണ്ടാക്കണത് എന്ന് വിമർശിച്ചവർ അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. അവരോടൊന്നും ചോദിച്ചില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്നവനെ വിളിപ്പിച്ചിട്ട് ചോദിക്കുക, നിനക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്തു തരണമെന്നാ മോനെ നീ ആഗ്രഹിക്കുന്നതെന്ന്. ഇത് ഭിക്ഷക്കാരനോട് മാത്രമല്ല ചോദിക്കണത്. ഇന്ന് ഈ പള്ളിയിൽ അകത്തും പുറത്തും ഇരിക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്, ദൈവത്തിന് ഒത്തിരി ഇഷ്ടമുള്ളവരായി വന്നിരിക്കുന്നത്. അല്ല, ഇവിടെ ഒന്നും വരത്തില്ല. ഈ റോട്ടിൽ കൂടെ 100 പ്രാവശ്യം പോയാലും ഇങ്ങോട്ട് കയറിയല്ല. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാ ആ ചെരുപ്പ് അവിടെ ഊരിയിട്ട് ഇങ്ങോട്ട് കയറി വന്ന് ഇതിനകത്തിരിക്കുന്ന ഈ മണിക്കൂറുകൾ. അല്ല, ഇതിനകത്തൂടെ ഈ റോഡിന് മുമ്പിലൂടെ 250 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ ഇങ്ങോട്ട് നോക്കുപോലും ഇല്ല. ദൈവം സ്നേഹിക്കുന്നോണ്ടാ നിങ്ങളോട് ചോദിക്കും, നിനക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യണമെന്നാ നീ ആഗ്രഹിക്കുന്നതെന്ന്. ഇത് എത്ര പേര് കേട്ട് കാണും? ദൈവമേ, ഒരു മനുഷ്യനോട് മാത്രമേ ചോദിച്ചു, ഞങ്ങളോടൊന്നും ചോദിച്ചില്ലല്ലോ. ഞങ്ങളോട് കൂടെ നിന്നിട്ട് ഞങ്ങളോട് ചോദിച്ചില്ലോ. പ്രാർത്ഥനയുള്ള നിന്റെ ആഗ്രഹത്തെ പോലും ദൈവം മാനിക്കും. ആമേൻ. മറക്കല്ല് കേട്ടോ, ഒരിക്കലും മറന്നേക്കരുത്. ഞാൻ നാളെ കഴിഞ്ഞ് അങ്ങ് പോകും. പക്ഷേ പ്രാർത്ഥിക്കുന്നവന്റെ ആഗ്രഹത്തെ പോലും ദൈവം തമ്പുരാൻ മാനിക്കും. പ്രാർത്ഥിക്കുന്നവനെ ദൈവം അവഗണിക്കത്തില്ല. പ്രാർത്ഥന നിനക്ക് വിലയില്ലാത്ത ഒന്നായിരിക്കാം, പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തിന്റെ മുമ്പിൽ വളരെ വിലയുള്ളവനാണ്. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, ഞാനൊരു പ്രസിദ്ധമായ ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിന് പോയി. അപ്പോൾ അവിടെ എന്നോട് പറഞ്ഞു, ഇന്ന കൗൺസിലർ വളരെ കഴിവുള്ള ആളാണ്, കണ്ണടച്ചാൽ എല്ലാ കാര്യവും നിങ്ങളോട് പറയും, ഭാവി കാര്യങ്ങൾ പറയും എന്നോട് പറഞ്ഞു. ഞാൻ വളരെ കാത്തുനിന്ന് ആ മനുഷ്യന്റെ അടുത്ത് പോയി കൗൺസിലിങ്ങിന് ചെന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ സാധാരണ വേഷമാണ് ധരിച്ചിരുന്നത്, ഇതുപോലെയുള്ള ലോഹയിട്ടൊന്നും അല്ല പോയത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പൊ ഞാൻ വൈദികനായിട്ടില്ല, ബ്രദറാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഓർഡിനേഷനായി വരുന്നു, ഞാൻ ഇങ്ങനെ ഡീക്കനാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർക്കുക, ദൈവമേ, ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറയുവോ, നീ നല്ല ഒരു ദൈവവചനം പ്രഘോഷിക്കുന്ന ഒരാളാകും. എനിക്ക് ഒത്തിരി കൊതിയുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് മുതൽ എൻ്റെ ഒരു ആഗ്രഹമാണ് ദൈവവചനം പ്രഘോഷിക്കണം. ഒരൽത്താരയിൽ ശുശ്രൂഷ പോലും ഞാൻ ആയിട്ടുണ്ടായിരുന്നില്ല. പേടിയും വിറയും വെപ്രാളവും ടെൻഷനുമാണ് എനിക്ക് കയറുമ്പോൾ, കൈകാലുകൾ വിറയ്ക്കും. മൈക്കെടുത്ത് പിടിക്കുമ്പോൾ ഒരു പേടിയും ടെൻഷനും കോംപ്ലക്സും എല്ലാം ഉണ്ട്. ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ പേടി, എല്ലാവരുടെയും മുമ്പിൽ നിൽക്കാൻ പേടി, ഭയങ്കര ടെൻഷൻ, കൈയും കാലും വിറയ്ക്കും, വേർത്തു പോകും. അപ്പൊ ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറയുമെന്ന് ഞാൻ വിചാരിച്ചു. അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ വിഷയം മാത്രം പറഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ബ്രദറെ, ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ, എനിക്ക് ഭാവിയിൽ ദൈവവചനം പ്രസംഗിക്കുന്ന ഒരാളാകാൻ പറ്റുമോ എന്ന് കർത്താവ് ബ്രദറിനോട് പറയുന്നുണ്ടോ, ഒന്ന് പ്രാർത്ഥിക്ക്. വീണ്ടും അദ്ദേഹം എൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു ദർശനം കിട്ടുന്നില്ല, എനിക്ക് ആ മെസ്സേജ് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് എഴുന്നേറ്റ് പോയപ്പോൾ എൻ്റെ മനസ്സ് വേദനിച്ചു. ദൈവം ഇത്രയും ആഗ്രഹിച്ചിട്ട് എനിക്ക് എത്താൻ പറ്റത്തില്ലല്ലോ. പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയുള്ള മനുഷ്യൻ പോലും അങ്ങനെ ഒരു വശം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ഇല്ലല്ലോ. എന്നാലും ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. എൻ്റെ അകത്തെ പ്രാർത്ഥനയോടെ ആഗ്രഹിച്ച ആഗ്രഹത്തെ ദൈവം തമ്പുരാൻ മാനിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ കൊല്ലത്ത് വന്ന് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ചങ്കയെ തൊട്ട് ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്നവന്റെ ആഗ്രഹത്തെ നല്ലതായി വരാൻ ഒരു വ്യക്തി അണിവിരൽ പോലും ചലിപ്പിച്ചില്ലേലും ദൈവം തമ്പുരാൻ അതിനെ മാനിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് മനസ്സിലായിട്ട് വേണം ഇന്ന് വീട്ടിൽ പോകാൻ കേട്ടോ. പ്രാർത്ഥിക്കുന്നവനെ അടുത്തേക്ക് വിളിച്ചു, ഇങ്ങ് വരാൻ പറഞ്ഞു. അവൻ കുതിച്ചു ചാടി വന്നു. എന്നിട്ട് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്നാ ചെയ്യണ്ടേ എന്ന് ചോദിച്ചോ. ഇപ്പൊ നിങ്ങൾ നാളെ കഴിഞ്ഞ് ഒക്കെ ധ്യാനമുണ്ട്, അല്ലെ ഇനിയും പള്ളി ധ്യാനം വരും. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാനൊക്കെ കിട്ടുന്ന അവസരം അവരും ഇവരും പറയുന്ന കേട്ടേച്ച്, എന്നാ ഇതൊന്നും വിശ്വാസമില്ല, ഇതൊക്കെ ഇയാളൊക്കെ ഓരോ വേഷം കെട്ടുമായിട്ട് ഇറങ്ങിയിരിക്കുവാന്നും പറഞ്ഞിരിക്കരുത്. പ്രാർത്ഥിക്കാൻ കിട്ടുന്ന അവസരം ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും
നന്നായിട്ട് പ്രാർത്ഥിച്ചോണം. കാരണം നിങ്ങളുടെ പ്രാർത്ഥനയെ സീരിയസ് ആയിട്ട് കാണുന്നൊരു ദൈവം നമുക്കുണ്ട്. എങ്ങനെ കാണും? വെരി വെരി സീരിയസ് ആയിട്ട് അതിനെ കാണും. അതുകൊണ്ടാണല്ലോ മുന്നോട്ട് പോയ യേശു അവിടെ നിന്നു. ആരുടെ മുമ്പിൽ നിന്നു? പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ. ഈ ഇടവകയിലെ ഇപ്പോൾ വചനം കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ പ്രാർത്ഥിക്കുന്നവരാണോ? ചടങ്ങ് പ്രാർത്ഥനയെ കുറിച്ചല്ല കേട്ടോ. ഒരു പുസ്തകം തുറന്നേച്ച് 1-ാമത്തെ പേജ് തൊട്ട് 45-ാമത്തെ പേജ് വരെ വായിച്ചു വിടുന്ന പ്രാർത്ഥനയെ കുറിച്ചല്ല. ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നവരെ കുറിച്ചാ പ്രസംഗിക്കുന്നത്. ഹൃദയം നുറുങ്ങിയാ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം നിൽക്കും. സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി അവിടെ നിൽക്കും. നിന്നെ എല്ലാവരുടെയും മുമ്പിൽ വിളിച്ചുകൊണ്ട് നിർത്തും. എന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ചൊരു ചോദ്യം, നിനക്ക് വേണ്ടി എന്താ ഞാൻ ചെയ്തു തരേണ്ടേ? ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടാ ദൈവം ചോദിക്കുന്നെങ്കിൽ എന്താ നിങ്ങൾ പറയുക? നിങ്ങൾ ചിലപ്പോൾ പറയും, എൻ്റെ കൊച്ചിൻ്റെ കല്യാണം നന്നായിട്ടൊന്ന് നടന്നു കിട്ടാൻ ആഗ്രഹമുണ്ട്, ഒരു ജോലി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ IELTS പരീക്ഷയിലൊന്ന് വിജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ വളരണമെന്നൊരു ആഗ്രഹമുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് പഠിച്ച് വീടിന് അനുഗ്രഹമാകണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്, എൻ്റെ ജീവിത പങ്കാളിയുടെ മാനസാന്തരം എൻ്റെ ആഗ്രഹമാണ്. ദൈവം നിങ്ങളോട് ചോദിക്കുന്ന പോലെ ആ വാക്കൊന്ന് വായിച്ച് കേൾക്കാൻ പോവാണ്. ബ്രദർ ഒന്ന് വായിക്കും. അത് ഭിക്ഷക്കാരനായ മനുഷ്യനോടല്ല, ഈ പള്ളിക്കകത്തകത്തും പുറത്തും ഇരിക്കുന്ന നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം പോലെ ഒന്ന് കേട്ടെ. യേശു ചോദിച്ചു, അന്ധൻ അവനോട് പറഞ്ഞു, അല്ല, യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? നീ ആഗ്രഹിക്കുന്നത് നടക്കും. ആഗ്രഹിക്കുന്നത്, പള്ളിക്കകത്തിരുന്ന് ചിലർ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്ന ചില ആഗ്രഹമുണ്ട്. അടുത്തിരിക്കുന്നവർക്ക് പോലും അറിയില്ല അതെന്താണെന്ന്. പക്ഷേ ഇവിടെയുള്ള ദൈവ സാന്നിധ്യത്തിന് അറിയാം എന്താ ആഗ്രഹിച്ചെന്ന്. നിന്റെ ആഗ്രഹത്തെ ദൈവം മാനിച്ചിരിക്കും. നിന്റെ ആഗ്രഹത്തിന്റെ മേൽ ഉയർന്ന പ്രാർത്ഥനയെ ദൈവം അംഗീകരിക്കും. അതിനെ സീരിയസ് ആയിട്ട് കാണും. ഹല്ലേലൂയ. അടുത്ത വാക്യം, അന്ധൻ അവനോട് പറഞ്ഞു, അവനോട് മുന്നിൽ കയറി നിന്നിട്ട് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും യേശുവിന്റെ മുമ്പിൽ കയറി നിന്നിട്ട് ആ മുഖത്ത് നോക്കി ഇങ്ങനെ പറയണം. എന്താ ഇങ്ങനെ ഒരു മനുഷ്യൻ പറഞ്ഞു, ഗുരോ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. കാഴ്ച കിട്ടണോന്നാണോ വീണ്ടും കിട്ടണോന്നാണോ പറഞ്ഞേ? അപ്പൊ പുള്ളിക്ക് നേരത്തെ കാഴ്ചയുള്ള ആളായിരുന്നു. എന്തോ പ്രശ്നം വന്ന്, എന്തോ രോഗം വന്ന് പുള്ളിയുടെ കാഴ്ച പോയത്. അതുകൊണ്ടാ പറഞ്ഞത്, കാഴ്ച ഉണ്ടായിരുന്നു, വീണ്ടും ഇപ്പൊ കാഴ്ചയില്ല, വീണ്ടും കാഴ്ച കിട്ടണം. ചിലര് പറയില്ലേ, കണ്ണുള്ളപ്പോൾ പലരും കണ്ണിന്റെ വില അറിയത്തില്ല. കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു വരുമ്പോഴാ, ദൈവമേ കാഴ്ചയില്ലല്ലോ. ഈ കണ്ണ് കാഴ്ചയില്ലാത്തവരെങ്ങനെയാ നടക്കുന്നേ? ഒന്നെങ്കിൽ അവരുടെ കയ്യിൽ ഒരു വടിയുണ്ടാകും, ഒരു സ്റ്റിക്ക് കാണും, അതുകൊണ്ട് കുത്തി ഇങ്ങനെ തൊട്ട് നടക്കും. വല്ല വണ്ടിയുണ്ടോ കല്ലുണ്ടോ എന്നൊക്കെ നോക്കി ഒരു കണ്ണാടിയും വെച്ച് കാണുമ്പോ തന്നെ അറിയാം കാഴ്ചയില്ലാത്ത ഒരാളാ പോകുന്നേന്ന്. റോഡ് ക്രോസ് ചെയ്യണേ എന്നാ പാടാ, ടോയ്ലറ്റിലൊന്ന് പോകണമെങ്കിൽ എന്ത് കഷ്ടപ്പാടാ. നമ്മളെപ്പോലെ ഒരു ബസ്സേ കയറാൻ പറ്റുമോ? നമ്മളെപ്പോലെ ഓട്ടോറിക്ഷയിൽ കയറാൻ പറ്റുമോ? നമ്മളെപ്പോലെ അങ്ങോട്ട് വേഗത്തിൽ അങ്ങ് പോകാൻ പറ്റുമോ? ചെരുപ്പൊന്ന് ഇടണേ തന്നെ എത്ര പാടാ. ഒത്തിരി കഷ്ടപ്പെട്ട മനുഷ്യനാ പുള്ളി. പുള്ളിയോട് ചോദിച്ചു, എന്താ നിന്റെ ആഗ്രഹം? പുള്ളി പറഞ്ഞു, എന്റെ കണ്ണിന് കാഴ്ച കിട്ടണം. അപ്പോൾ അടുത്ത വാക്യം, യേശു പറഞ്ഞു, നീ പൊക്കോ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്നാ രക്ഷിച്ച്? നീ കഴിച്ച മരുന്ന് നിനക്ക് ഗുണമായി എന്നല്ല പറഞ്ഞു, നിന്റെ വിശ്വാസം. അപ്പൊ വിശ്വാസത്തിന് എന്തുണ്ട്? നിന്നെ രക്ഷിക്കാനുള്ള കഴിവുണ്ട്. വിശ്വാസത്തിന് നിന്റെ കുടുംബത്തെ രക്ഷിക്കാനുള്ള കഴിവുണ്ട്. ഒരു കരം ഉയർത്തി ഉറക്കിയൊന്ന് സന്തോഷത്തോടെ വിശ്വാസത്തോടെ ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കാഴ്ച കിട്ടണമെന്ന് പറഞ്ഞ അടുത്ത ഗുണം എന്താ നോക്കിക്കേ. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവന്റെ കണ്ണിന്റെ പ്രതിസന്ധികളൊക്കെ മാറി. എപ്പോഴാ പ്രതിസന്ധികൾ മാറിയത്? പ്രാർത്ഥനയില്ലാണ്ട് അവിടെ ചടഞ്ഞിരുന്നപ്പോഴല്ല. എല്ലാവരും പറയുന്നത് കേട്ട് പ്രാർത്ഥനയെ കുറ്റം പറഞ്ഞുകൊണ്ട് വിമർശിച്ച് ട്രോളും ഇറക്കിക്കൊണ്ടിരിക്കുമ്പോഴല്ല. പ്രാർത്ഥിച്ചതാണ് അവന്റെ വിടുതലിന് കാരണമായത്.
അവന്റെ സൗഖ്യത്തിന് കാരണമായത്. ആമേൻ. ഈ ദേശത്ത് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ചെവികളിൽ ഇതൊക്കെ ശ്രദ്ധയോടെ എത്തുന്നുണ്ടെങ്കിൽ ഓർത്തോ, നാളെ നിങ്ങളുടെ വിടുതലിന് കാരണമാകുന്നത് ഇന്നത്തെ ചില പ്രാർത്ഥനയാണ്. ആമേൻ. നാളെ നിങ്ങളുടെ വിടുതലിന് കാരണമാകുന്നത് ഇന്നത്തെ ആരാധനയാണ്. ആമേൻ. നാളെ നിങ്ങളുടെ സൗഖ്യത്തിന് കാരണമാകുന്നത് ഈ പ്രാർത്ഥിക്കുന്ന പാട്ടുകളും ആരാധനയുമാണ്. ഇപ്പൊ കണ്ണിന് കാഴ്ച കിട്ടി, ഇതെല്ലാം കണ്ടോണ്ട് നിൽക്കുന്ന കുറെ പേരുണ്ട് കേട്ടോ. എന്ന് വിചാരിച്ച് പഞ്ചായത്തിലെ മുഴുവൻ അന്ധന്മാർക്കും കാഴ്ച കിട്ടുത്തോ? ആ പഞ്ചായത്തിലും ആ ജില്ലയിലും നൂറുകണക്കിന് അന്ധന്മാർ കാണുമായിരിക്കും. പക്ഷെ പ്രാർത്ഥനയുള്ള മനുഷ്യന് മാത്രമേ ഈ അനുഗ്രഹം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. യേശു അനുഗ്രഹം അവിടെ വീട്ടിലിരിക്കുന്നവർക്കും വിമർശിച്ചവർക്കുമല്ല, വിശ്വസിക്കുന്നവരുടെ ജീവിതം ദൈവം അനുഗ്രഹത്താൽ അത് നിറയും. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി ഇത് ശ്രദ്ധിച്ചേ, ഇത് കേട്ട് നമ്മൾ നിർത്തുവാണ്. പ്രാർത്ഥന ആ വ്യക്തിയുടെ അവസ്ഥ മാറ്റിയോ ഇല്ലയോ? നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് ചില അവസ്ഥകളുണ്ട്. ചിലർ അതിനെ നോക്കി കരയുന്നു, ചിലർ അതിനെ നോക്കി പിറുപിറുക്കുന്നു, ചിലർ അതിനെ നോക്കി ശപിക്കുന്നു, ചിലര് മനസ്സ് ഡെസ്പാകുന്നു, ഡൗൺ ആകുന്നു. ഇതൊന്നും കാര്യമില്ല. പക്ഷെ അതിനെ നോക്കി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന വിടുതലായി മാറും. വഴിയരികിൽ ഇരുന്നവൻ ഇപ്പോൾ നിൽക്കുന്നത് എല്ലാ വമ്പന്മാരുടെയും മുന്നിലാണ്, കാഴ്ചയോടെ. സ്വപ്നത്തിലെങ്കിലും ആരെങ്കിലും വിചാരിച്ചായിരുന്നോ ഇവ മുന്നിൽ കയറി നിൽക്കുന്ന ഒരു കാലം ഉണ്ടാകുന്നു? പക്ഷെ അവന്റെ ജീവിതത്തെ മാറ്റിയത് പ്രാർത്ഥനയാണ്. അവന്റെ ജീവിതത്തെ മാറ്റിയത് അവന്റെ വിശ്വാസമല്ലേ? അവന്റെ ജീവിതത്തെ മാറ്റിയത് പ്രാർത്ഥനയല്ലേ? അവന്റെ ജീവിതത്തെ മാറ്റിയത് ആ ബോധ്യമല്ലേ? ഈ ബോധ്യം ഇവിടെ ഇരിക്കുന്ന ആരുടെയൊക്കെ ജീവിതത്തിൽ ബോധ്യമാകാനാ ഇന്നിവിടെ പ്രസംഗിച്ചത്, ഇന്നിത് പ്രസംഗിച്ചത്. എല്ലാവരും ഒരു നിമിഷം ശ്രദ്ധയോടെ ഒന്ന് കേട്ട് തുടർന്ന് ആരാധനയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. എല്ലാവരും ഈ ഒരു അവസാനത്തെ ഒരു വാക്ക് ഒന്ന് കേൾക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കും. വിശ്വാസം ഉള്ളവർക്ക് അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ കഴിയൂ. പ്രാർത്ഥനയുള്ളവരിലെ ദൈവാനുഗ്രഹം യാഥാർത്ഥ്യമാകത്തുള്ളൂ. പ്രാർത്ഥനയുള്ളവരിലെ ദൈവാനുഗ്രഹം യാഥാർത്ഥ്യമാകത്തുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഇന്ന് ഏകദേശം 2 മണിക്കൂർ അധികം ദൈവത്തിന്റെ വചനം ഇങ്ങനെ കേട്ടു. മുഴുവനൊന്നും കേട്ട് കാണില്ല എല്ലാവരും, പക്ഷെ എവിടെയൊക്കെ 1-2 സെന്റൻസുകളെങ്കിലും നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടിട്ടുണ്ടാവും. നമ്മൾ തുടർന്ന് അല്പനേരം ആരാധന എഴുന്നള്ളിച്ചു വെച്ച് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയും ശ്രദ്ധിക്കണം. നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോട്, സുഹൃത്തുക്കളോട്, അയൽവാസികളോടൊക്കെ ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഈ ധ്യാനത്തെക്കുറിച്ച് ഒരു വാക്കേലും പറയണം. വരുവോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, അതൊരു സുവിശേഷ വേലയാണ്. ഈ ധ്യാനം, ദൈവവചന പ്രഘോഷണം ഈ ആലയത്തിൽ ഇങ്ങനെ ഒരുക്കിയത് ഇവിടുത്തെ അച്ഛൻ മാത്രമല്ല, അതിനു മുമ്പേ അതൊരുക്കിയത് ആരാണ്? ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. അത് അച്ഛന് മനസ്സിലായത് കൊണ്ടാകാം, അച്ഛനത് പ്രാർത്ഥനയിൽ എപ്പോഴേലും തോന്നിയതായിരിക്കാം. ഇന്നയാളെ വിളിച്ചാലോ, അദ്ദേഹത്തോട് ചോദിച്ചാലോ, അങ്ങനെ ഒരു പ്ലാൻ ദൈവം കൊണ്ടു. അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരു ദൈവീക പദ്ധതിയുണ്ട്. എന്തുണ്ട്? ആരുടെയൊക്കെയോ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ പോവാ. ഒത്തിരി നല്ല കാര്യങ്ങൾ ദൈവം ചെയ്യും. ഇന്നുവരെ നടക്കാത്തത് ദൈവം നടത്തി തരും. ഇന്നുവരെ ഈ ഭിക്ഷക്കാരൻ ഇതുപോലെ ഫ്രീ ആയി നടക്കുന്നൊന്നും ആരും വിചാരിച്ചതല്ല. ഒറ്റ പ്രാർത്ഥന. പണ്ട് തപ്പിത്തപ്പി നടഞ്ഞ ആള് ഇപ്പൊ ഓടി നടക്കുന്ന അവസ്ഥയിലായി. പണ്ട് ഏറ്റവും പുറകിൽ കിടന്നവൻ ഏറ്റവും മുമ്പിലെത്തി. ഇതൊക്കെ പ്രാർത്ഥനയ്ക്ക് റിസൾട്ടാണ് കേട്ടോ, പ്രാർത്ഥനയുടെ ഉത്തരമാണ് കേട്ടോ. ആരും വെറുതെ പോലും പറയരുത് വെള്ളത്തിൽ വരച്ച വര പോലെയാ പ്രാർത്ഥനയെന്ന്. അല്ല, പ്രാർത്ഥന വെള്ളത്തിൽ വരച്ച വരയായി തോന്നിയാലും ദൈവം അതിനെ വളരെ സീരിയസ് ആയിട്ട് കാണും. ഭിക്ഷക്കാരനാ പ്രാർത്ഥിച്ചെങ്കിലും അയാൾക്ക് ഡ്രസ്സില്ല, അയാൾക്ക് പണമില്ല, അതുകൊണ്ട് പ്രാർത്ഥന കേൾക്കത്തില്ലെന്നല്ല. ഡ്രസ്സ് ചീഞ്ഞതാണേലും ശരീരം വൃത്തിയില്ലാത്തതാണേലും
വലിയ പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ലേലും ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ ദൈവം സമീപസ്ഥനാണ്. ആർക്ക്? പണമുള്ളവർക്കല്ല, പണമുള്ളവർക്കല്ല, കോടിക്കണക്കിന് രൂപ ഡൊണേഷൻ കൊടുത്തവരുടെ കാര്യമല്ല, ഹൃദയം നുറുങ്ങിയവർക്ക്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഹൃദയം നുറുങ്ങിയാണോ പ്രാർത്ഥിക്കുന്നത്? ദൈവം നിങ്ങൾക്ക് സമീപസ്ഥനാണ്. ഹല്ലേലൂയ. മനുഷ്യൻ മാറ്റി നിർത്തിയാലും ദൈവം മാറ്റി നിർത്തില്ല കേട്ടോ. മനുഷ്യൻ മാറ്റി നിർത്തും, നീ അങ്ങോട്ട് മാറിയിരിക്കുക, നിനക്ക് എല്ലാവരുടെയും മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയില്ല, സാരയില്ല, നാളെ ഒരു സമയത്ത് ദൈവം എല്ലാവരുടെ മുമ്പിലും കയറ്റി നിർത്തും. സത്യമാണ്. ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ വീട് കന്നുകാലിക്കൂട് പോലത്തെ വീടായിരുന്നു, കന്നാലിക്കൂട് പോലത്തെ വീടായിരുന്നു എൻ്റേത്, ചാണകം കൊണ്ട് മെഴുകിയതായിരുന്നു വീട്. എൻ്റെ സഹോദരിമാരുടെയും ആങ്ങളമാരുടെയും ഒക്കെ പിള്ളേര് വരുമ്പോൾ എപ്പോഴും എൻ്റെ വീട്ടിൽ നിന്ന് പറയും, അയ്യോ ഗ്ലാസ്സേ മുഴുവൻ മീനിന്റെ ഉളുമ്പുനാറ്റമാണല്ലോ, അയ്യോ ഇവിടെ കോഴിയുടെ മണമാ, പശുവിന്റെ മണമാ, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അറപ്പാ. അത്രയും ചെറിയ വീട്. അപ്പോൾ ആ വീട്ടിലെ ചേച്ചി ഇങ്ങനെ ചിന്തിക്കും, ദൈവമേ നല്ലൊരു വീടുണ്ടായിരുന്നെങ്കിൽ, ഞങ്ങൾക്ക് നല്ലൊരു വീടും നല്ല പാത്രവും നല്ല ഭക്ഷണം കഴിക്കാനുള്ള മേശയും നല്ലൊരു കുഞ്ഞു വണ്ടിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ അവരൊരു ദിവസം കുടുംബമായി ഇങ്ങനെ ടൗണിൽ ഷോപ്പിങ്ങിനായിട്ട് പോയി, സാധനമൊക്കെ മേടിക്കാൻ പോയി. ഒരു കാര്യത്തിന് പോയപ്പം പ്രതീക്ഷിക്കാത്ത ഭയങ്കര മഴ. ഉടനെ അപ്പുറത്തെ വെയിറ്റിംഗ് ഷെഡിലേക്ക് കയറി നിന്നു. അപ്പം മഴയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് മാറുന്നുമില്ല, മഴ പെയ്തുകൊണ്ടിരിക്കുക. കുടയെടുക്കാൻ മറന്നും പോയി. ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോകാൻ കയ്യിൽ പൈസയില്ല. ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ഓട്ടോറിക്ഷക്കാരെങ്ങനെയാ കടം പറയുക? അങ്ങനെ മഴ തീരുന്നത് വരെയും അവർ വെയിറ്റിംഗ് ഷെഡിൽ നിൽക്കുമ്പം ഭാര്യ ഭർത്താവിനോട് പറയുകയാണ്, നമുക്കും ഒരു കാർ ഉണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരു മഴ സമയത്ത് നമുക്കും എല്ലാവരുടെ ഒപ്പം പോകാൻ പാടില്ലായിരുന്നോ? ഒരു കാർ ഉണ്ടായിരുന്നെങ്കിൽ, നനയാതെ പോകാൻ കൊള്ളുന്നൊരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ ഈ ഭർത്താവ് ഒന്നും മിണ്ടിയില്ല. മനസ്സിൽ റോട്ടിൽ കൂടെ ചുമലയുള്ളതും ചുമല കളറുള്ളതും വെള്ള കളറുള്ളതുമായ കാറുകൾ, പല വിലയ്ക്കുള്ളതും ചെറിയ വിലയുള്ളതും വലിയ വിലയുള്ളതും ഇങ്ങനെ പോകുമ്പം ആ മനുഷ്യൻ വഴി ആ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് ഒരു വാഹനം പോയപ്പം മനസ്സിലിങ്ങനെ ഓർത്ത്, ദൈവമേ ആ പോയ പോലത്തെ ഒരു വണ്ടി എനിക്ക് മേടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച്, മനസ്സിൽ ആഗ്രഹിച്ചുള്ളൂ, ആരോടും പറഞ്ഞില്ല. ഭാര്യ അപ്പുറത്തുനിന്ന് പറയുന്നുണ്ട്, ഒരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ, വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ, ഒരു കാർ ഉണ്ടായിരുന്നെങ്കിൽ, നനയാതെ പോയ വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ. ഒരു വാഹനം പോലും ഇല്ല. അങ്ങനെ ആ വ്യക്തിയെ ഒരാൾ വീട് കയറിക്കൂടലിന് വിളിച്ചു. വീട് കയറിക്കൂടലിന് പുതിയ വീടുണ്ടാക്കിയപ്പം ആ വീട്ടിലെ ആ വ്യക്തി ഇസ്രായേലിലായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ വച്ചിരിക്കുന്ന വീട് ഒരു ഭയങ്കര വീടാണ്. ഭക്ഷണമേശ കാണേണ്ടത് തന്നെ. അവരെല്ലാ മുറികളിലും ഇട്ടിരിക്കുന്ന കട്ടിലും അവിടെയുള്ള ഓരോ മേശകളൊക്കെ ഭയങ്കര സംഭവം. അയാൾ വീട് കയറിക്കൂടലിന് അന്ന് പോയപ്പോ എല്ലാ മുറിയിൽ കൂടെയും പോയി നോക്കി, മുറി എങ്ങനെയുണ്ട്? ഓ, ആ മുറി ബാത്റൂം അറ്റാച്ച്ഡ്, അപ്പുറത്തെ മുറിയും ബാത്റൂം അറ്റാച്ച്ഡാണ്. ഓ കൊള്ളാലോ, ഭയങ്കരം വീട്. അപ്പോൾ ആ മനുഷ്യൻ നോക്കിയപ്പോൾ എല്ലാ മുറിയിൽ കൂടെ നല്ല 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 കട്ടിലുകൾ. അപ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ ഓർത്തു, ദൈവമേ ഇതുപോലത്തെ ഒരു കട്ടിലെങ്കിലും മേടിക്കാൻ എൻ്റെ വീട്ടിൽ എനിക്ക് മേടിച്ചിടാൻ പറ്റുമോ എനിക്ക് എന്ന് ദൈവത്തോട് അവിടുന്ന് പ്രാർത്ഥിച്ചു മനസ്സിൽ. അപ്പോൾ അവർ ഭക്ഷണമേശ നോക്കിയപ്പോൾ നല്ല ഒരു പ്രത്യേക മോഡലിലുള്ള ഒരു മേശയൊക്കെ മേടിച്ചിട്ടിട്ടുണ്ട്, ചുറ്റും നല്ല യോജിപ്പുള്ള ചേരുന്ന കസേര. അപ്പൊ അയാൾ ഇങ്ങനെ ഓർത്ത്, ദൈവമേ ഇതുപോലത്തെ ഒരു ഭക്ഷണമേശയിൽ ഇരുന്ന് എനിക്ക് ഭക്ഷിക്കാനൊക്കെ പറ്റുമോ? ചോറുണ്ണാനൊക്കെ എൻ്റെ മക്കളൊക്കെ ഒന്നിച്ച് ഇതുപോലത്തെ ഒരു കട്ടിൽ കിട്ടുമോ? ഇതുപോലത്തെ ഒരു കാറ് കിട്ടുമോ? ഇതുപോലത്തെ ഒരു വീട് ഞാൻ പണിയുമോ? ഇതൊക്കെ ആഗ്രഹിച്ചു കേട്ടോ. ആഗ്രഹത്തിന് വിലയുണ്ട്. ഈ മനുഷ്യൻ ദൈവസന്നദ്ധിയിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത്. മക്കളിൽ ഒരാള് വിദേശ രാജ്യത്ത് സ്റ്റുഡന്റ് വിസയ്ക്ക് പോയി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അവിടെ പഠിച്ച് അവിടുത്തെ ജോലി, അവിടുത്തെ PR ഒക്കെ കിട്ടി, വിചാരിക്കുന്നതിലധികം സാലറി. ആ നാട്ടിൽ തന്നെ പോയി പഠിച്ചൊരു പെൺകുട്ടിയെ വിവാഹവും കഴിച്ചു. രണ്ടുപേർക്കും ഇപ്പോൾ അവിടെ വീടായി, കാറായി. ഇപ്പോൾ നാട്ടിൽ വലിയൊരു വീടൊക്കെ പണിതൊരു കാറൊക്കെ മേടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ആ മനുഷ്യൻ പറയുക, അന്നച്ചോ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു കാറ് ഞാൻ മനസ്സിൽ കണ്ടിട്ട് ആഗ്രഹിച്ചിരുന്നു,
ഇതുപോലൊത്തൊരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതിനേക്കാൾ നല്ലൊരു വാഹനം എനിക്കുണ്ട്. അന്നൊരു വീട് കയറിക്കൂടലിന് പോയിട്ട് ഞാൻ ആഗ്രഹിച്ചു, അവരുടെ വീട്ടിലൊക്കെ കിടക്കുന്നേക്കൂട്ടൊരു കട്ടില്, ഒരു ഭക്ഷണമേശ ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു. ആ ജനലേക്കൂടെ ഇട്ടിരിക്കുന്ന കർട്ടൻ, അടുക്കളയിൽ അങ്ങനെ ഓരോ പാത്രങ്ങൾ വയ്ക്കാനുള്ള പ്രത്യേകമായ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു എല്ലാം നല്ല എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എനിക്കുണ്ട്. ദൈവസന്നദ്ധിയിൽ ആഗ്രഹിക്കുന്ന ആഗ്രഹത്തെ പോലും മുകളിൽ സ്വർഗത്തിലെ ദൈവം മാനിക്കും. മറക്കുമോ? എനിക്കൊരു നല്ല ജോലി ഉണ്ടായിരുന്നെങ്കിൽ ജോലി തരും. എനിക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടായിരുന്നെങ്കിൽ ദൈവം തരും. എനിക്ക് നല്ലൊരു ശുശ്രൂഷ ഉണ്ടായിരുന്നെങ്കിൽ ദൈവം തരും. എൻ്റെ ജീവിത പങ്കാളിയും കുടുംബവും ദൈവത്തോട് വിശ്വാസത്തിൽ വളർന്നിരുന്ന് ദൈവം മാറ്റം വരുത്തും. തപ്പി നടന്നവൻ ഇന്ന് ഓടിച്ചാടി നടക്കുന്ന നിലയിലായി. ആളുടെ ജീവിതം മാറാൻ കാരണം എന്താണ്? ആരെങ്കിലും കണ്ണാടി മേടിച്ചോണ്ടോ കണ്ണ് ഓപ്പറേഷൻ ചെയ്തിട്ടോ അല്ല, ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് ദൈവത്തെ വിളിച്ചതാണ് അയാളുടെ അവസ്ഥ, സിറ്റുവേഷൻ മാറാൻ കാരണമായത്. ആമേൻ. ഹല്ലേലൂയ.